നമസ്കാരം. പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണ ഘട്ടത്തിൽ ഉയർന്നുകേട്ട പ്രധാനപ്പെട്ട പേരുകളിലൊന്നാണ് ശ്രീകൃഷ്ണൻ, ഡി മണിയുടെ സഹായി. ശ്രീകൃഷ്ണനെ ഇന്ന് 24 കണ്ടെത്തി. സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചോ ഡി മണിയെക്കുറിച്ചോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ചോ ഒന്നും തനിക്കറിയില്ല എന്നാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്. കളം മാറ്റക്കാർക്കെതിരെ നടപടി കടുപ്പിക്കുകയാണ് മുന്നണികൾ. മറ്റത്തൂരിലെ കോൺഗ്രസ് BJP സഹകരണം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് CPIM. ഇതുൾപ്പെടെ ഇന്ന് പുറത്തുവന്ന പ്രധാനപ്പെട്ട വാർത്തകൾ, രാഷ്ട്രീയ പ്രതികരണങ്ങൾ, ബ്രേക്കിംഗ് റിപ്പോർട്ടുകൾ, ഇതൊക്കെ ഇനിയുള്ള 1.5 മണിക്കൂർ സമയം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഏറ്റവും ഒടുവിലായി തിരുവനന്തപുരത്ത് നിന്ന് കഴക്കൂട്ടത്ത് നിന്ന് പുറത്തുവന്നൊരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. കഴക്കൂട്ടത്ത് 4 വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പശ്ചിമബംഗാൾ സ്വദേശിനി മുന്നി ബീഗത്തിന്റെ മകൻ ഗിൽദറിനെയാണ് കഴക്കൂട്ടത്തെ ആശുപത്രിയിൽ മരിച്ച നിലയിൽ എത്തിച്ചത്. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാകാം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ അമ്മയെയും ആൺസുഹൃത്തിനെയും കഴക്കൂട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? പോലീസ് പറയുന്നത് എന്താണ്? മനീഷ് മഹിപാൽ. ശ്രീജിത്ത്, കഴക്കൂട്ടം പോലീസിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത് ഇന്ന് വൈകിട്ട് 5:50 കഴക്കൂട്ടത്തെ ഒരു ലോഡ്ജിൽ താമസിക്കുകയായിരുന്ന മുന്നി ബീഗം അവരുടെ ആൺ സുഹൃത്തുമായി കഴക്കൂട്ടത്ത് തന്നെയുള്ളൊരു സ്വകാര്യ ആശുപത്രിയിൽ എത്തുന്ന സമയത്ത് മകൻ ഗിൽദർ മരിച്ച നിലയിൽ വീട്ടിൽ കണ്ടെത്തി. ആഹാരം കൊടുത്ത ശേഷം മകൻ ഉറങ്ങുകയായിരുന്നു. അതിനുശേഷം പിന്നീട് ഉണർത്തിയപ്പോൾ മകൻ ഉണർന്നില്ല. അങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. മരിച്ചു എന്ന് ഡോക്ടർമാർ അറിയിച്ചു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ തന്നെ കുഞ്ഞിൻ്റെ കഴുത്ത് ഞെരിച്ചത്, അതായത് കയറോ മറ്റ് കാര്യങ്ങളോ കൊണ്ട് തന്നെ കഴുത്ത് ഞെരിച്ചതായി ഡോക്ടർമാർക്ക് വ്യക്തമായി. ഇതിനെ തുടർന്ന് കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ശരീരത്തെ പല ഭാഗങ്ങളിലും മുറിവേറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ ബലപ്രയോഗം നടന്നിട്ടുണ്ട് എന്ന് ഡോക്ടർമാർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴക്കൂട്ടം പോലീസിനെ വിവരം അറിയിച്ചത്. കഴക്കൂട്ടം പോലീസ് സ്ഥലത്തെത്തി ഈ 2 പേരെയും, അതായത് ഈ കുഞ്ഞിൻ്റെ മാതാവായിട്ടുള്ള മുന്നി ബീഗത്തിനെയും ഇവരുടെ ആൺ സുഹൃത്ത് തൻബീറിനെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തൻബീറിന് 22 വയസ്സും മുന്നി ബീഗത്തിന് 23 വയസ്സുമാണ്. നിലവിൽ മുന്നി ബീഗം പറയുന്നത് തൻബീർ തൻ്റെ ഒരു റിലേറ്റീവാണ്, തൻ്റെ ഒരു ബന്ധുവാണെന്നാണ് പറയുന്നത്. ഭർത്താവുമായി അകന്ന് കഴിയുകയാണ്. ഭർത്താവ് ആലുവയിലാണ് താമസിക്കുന്നത്. അങ്ങനെ ആലുവയിൽ നിന്ന് 2 ആഴ്ചയ്ക്ക് മുൻപാണ് കഴക്കൂട്ടത്തേക്ക് എത്തുന്നത്. ഇവിടെ നിലവിൽ 2 പേരും തൊഴിൽ അന്വേഷിച്ച് എത്തിയതാണ്. ഇവിടെ തൊഴിലൊന്നും നിലവിലില്ല എന്നാണ് നിലവിൽ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ഇത് കൊലപാതകമാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ആ വിധത്തിലുള്ള പരിശോധന, ഈ കുഞ്ഞിൻ്റെ മൃതദേഹത്തിൽ നടത്തിയ പരിശോധനയിൽ അത് ഒരു കൊലപാതകമാണെന്നുള്ള സംശയമുണ്ട്. ഇപ്പോഴിതാ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ നടത്തുന്ന പരിശോധനയിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരും. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ നാളെ രാവിലേക്കുണ്ടാകും. അപ്പോൾ എന്താണ് മരണകാരണമെന്ന് വ്യക്തമാകും. ഒപ്പം തന്നെ ഈ പ്രതികളായിട്ടുള്ള അല്ലെങ്കിൽ പ്രതികളെന്ന് സംശയിക്കുന്ന, കൊലപാതകമെന്ന് സംശയിക്കുന്ന ഈ സംഭവത്തിൽ കൂടുതൽ ഈ 2 പേരെയും കഴക്കൂട്ടം പോലീസ് വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ മാത്രമായിരിക്കും എന്താണ് സംഭവിച്ചെന്ന അടക്കമുള്ള കാര്യങ്ങളുടെ ചുരുൾ അഴിയുകയുള്ളൂ. എന്താണെങ്കിലും ഈ ഒരു സംഭവത്തിൽ കൊലപാതകമെന്ന വലിയ സംശയം പോലീസിനുണ്ട്. വൈകിട്ട് 5:50 കഴക്കൂട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ തൻ്റെ മകൻ ഉറക്കത്തിനിടയിൽ മരിച്ചു. ആഹാരം കഴിച്ച ശേഷം കിടന്നപ്പോൾ പിന്നെ എഴുന്നേൽക്കുന്നില്ല. മരിച്ച നിലയിൽ ഈ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നതും അതിൽ ഈ ദേഹത്ത് മുറിവേറ്റ അല്ലെങ്കിൽ കയറിട്ട് കുരുക്കിയ നിലയിലുള്ള പാടുകൾ കണ്ടതാണ് സംശയത്തിനിടയാക്കിയിട്ടുള്ളത്. എന്താണെങ്കിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് പോലീസാണ്. ഇത് സംബന്ധിച്ച് അന്വേഷിക്കുന്നത് കഴക്കൂട്ടം പോലീസ് കൂടിയാണ്. ശ്രീജിത്ത്. മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാകാം എന്ന സംശയം പോലീസിനുണ്ട്. സംഭവത്തിൽ അമ്മയെയും ആൺസുഹൃത്തിനെയും കഴക്കൂട്ടം പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. വിശദമായ ചോദ്യം ചെയ്യലടക്കം ഉണ്ടാകും. മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. 24 സൂപ്പർ എക്സ്ക്ലൂസീവ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഡി മണിയുടെ സഹായി ശ്രീകൃഷ്ണനെ കണ്ടെത്തി 24. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും തനിക്കറിയില്ല എന്ന് ശ്രീകൃഷ്ണൻ 24നോട് പറഞ്ഞു. ദിണ്ടിഗലിലുള്ള മണിയെയോ ബാലമുരുകനെയോ തനിക്കറിയില്ല. തനിക്കെതിരെ ഇറിഡിയം കടത്തുമായി ബന്ധപ്പെട്ട കേസ് നിലവിലുണ്ട് എന്നത് സത്യമാണ്. SIT സംഘം രാജപാളയത്തുള്ള തന്റെ വീട്ടിൽ ഡിസംബർ 25-ന് എത്തിയിരുന്നുവെന്നും ശ്രീകൃഷ്ണൻ പറഞ്ഞു. തമിഴ്നാട് രാജപാളയത്തെ ശ്രീകൃഷ്ണന്റെ വീട്ടിൽ നിന്ന് രാഹുൽ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട SIT കഴിഞ്ഞ ദിവസം വിരുദനഗറിൽ രാജപാളയത്തിൽ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ആളെ കണ്ടിരുന്നു. അദ്ദേഹത്തോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. ശ്രീകൃഷ്ണൻ ഇപ്പം 24നോടൊപ്പം ചേരുകയാണ്. சார், இந்த கேரளாவில் இருந்த SIT அங்கம் இங்கிட்ட வந்திருக்கா? என்கிட்ட வந்தாங்க. வீட்டில் நான் இல்லை. அன்னைக்கு கேரளாவில் ஒரு துஷ்டிக்கு போனேன். இடையில துஷ்டிக்கு போகலை. திருப்பி இங்கே வந்து அவங்க சொல்கிற டயத்துக்கு நைட்டு 2 மணி ஆகும்போது அவங்களுக்கு எங்கள் OP ஸ்டேஷன் வந்து ஆஜரானோன்னு என்கிட்ட கேட்டாங்க. நமக்கு அதுக்கும் சம்மந்தம் இல்லை அப்படின்னு எல்லாம் ப்ரூவ் பண்ணி
கிளியரா கொஞ்சம் போயிட்டாங்க. டிண்டிகல் மணியும் நீங்களும் தமிழ் என்ன பந்தம் எந்த ஒரு பந்தமும் இல்லை, எந்த பந்தமும் இல்லை. அவங்களை யாரும் என்னன்னு தெரியாது. இதுக்கு எதுவுமே கிடையாது கிடையாது. நான் பார்த்த வேலை பழைய வேலை அந்த அந்த இதில் எனக்கு கேஸ் இருக்கு, இரிடியம்ங்கிறதுல ஒரு கேஸ் இருக்கு. அது சம்மந்தப்பட்டு வந்தாங்கன்னா எல்லாம் தெளிவாக சொல்லியாச்சு. அப்போ அவங்கள யார் என்னன்னு கேட்டாங்க. போட்டோ காமிச்சா அவங்க தெரியுமா தெரியாதுன்னு சொல்றேன் அப்படின்னு. சரி ரைட்டு போட்டு இந்த இது எடுக்க சபரிமலையுமாயிட்டு உங்களுக்கு ஏதாச்சும் எந்த பந்தமும் இல்லை. கேரளாவில் ஏதாவது பிசினஸ் உங்களுக்கு இருக்கா? பிஸ்னஸ் இல்லை, போய் வருவேன் எப்பவுமே. அங்கே போய் வருவேன். வண்டிப்பிரியார் என் ஊர், சொந்த ஊர். அங்கே போய் இப்போ எல்லாம் பார்த்து பேசி என் சொந்த பந்தமும் அங்கே இருக்கு. ஏலக்காய், குறுமிளகு இதெல்லாம் வாங்கி வருவேன், போவேன், எடுப்பேன். அப்படி சொர்ண பொருளை பற்றி ஏதாவது கேட்டிருக்கா அந்த எஸ்ஐடி? சொர்ண பொருள்னே என்கிட்ட கேட்க கிடையாது. வந்திருக்காங்க, வீட்டை திடுத்துன்னு சர்ச் பண்ணாங்க, ஆர்டரோட வந்திருக்காங்க. எங்கள் ஓபி ஸ்டேஷன்லேருந்து எஸ்ஐ எல்லாம் வந்து அவங்க சப்போர்ட்டோட வந்து இங்கே வந்து பார்த்துருக்காங்க. எந்த தெளிவும் இல்லை. பாலமுருகனை தெரியுமா? பாலமுருகன் எந்த பாலமுருகன்? தெரியாது. எதுவுமே பாலமுருகன் இல்லை. இங்கே உள்ள லோக்கல் ஆள் தவிர வேற வெளியில் ஆட்களுக்கு எனக்கு பந்தம் இல்லை. உன்னிகிருஷ்ணன் போட்டி இதுதான். உன்னிகிருஷ்ணன் இல்லை, தெரியாது, எனக்கு தெரியாது. இது தெரியாது. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോട്ടോയാണ്. ഇത് தெரியாது தெரியாது. ഇത് எனக்கு தெரியாது. ഇവർ பார்த்ததே இல்ல. ഇവരുമായിട്ട് நீங்க ഫോണിൽ സംസാരിച്ചു? இல்ல இல்ல. എസ്ഐടി കണ്ടെത്തിയിരിക്കുന്നത്? இல்ல இல்ல கிடையாது. ശ്രീകൃഷ്ണൻ പറയുന്നത് കേരളവുമായിട്ട് ബന്ധമുണ്ട്. അത് വണ്ടിപ്പെരിയാറിലാണ്. അദ്ദേഹത്തിന്റെ നാടും വീടും ഒക്കെ അവിടെയാണ്. അവിടെ പോയി വരാറുണ്ട്. മൗണ്ട് എസ്റ്റേറ്റിലാണ്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ കേരളവുമായി മറ്റു വ്യവസായ ബന്ധങ്ങളൊന്നും തന്നെയില്ല. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ ഇദ്ദേഹത്തിന് അറിയത്തില്ല. മുൻപ് ഇറീഡിയം കടത്തുമായി ബന്ധപ്പെട്ട് കേസുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതുമായി ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. പെട്ടെന്ന് ഒരു ദിവസം വന്ന് ഈ വീട്ടിലേക്ക് കയറി SIT സംഘം പരിശോധന നടത്തുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24. ശ്രീകൃഷ്ണൻ മറ്റന്നാൾ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകും. മൊഴികളിൽ വലിയ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കെ ഡി മണിയും ബാലമുരുകനും മറ്റന്നാൾ അന്വേഷണ സംഘത്തിന് മുമ്പിലേക്ക് എത്തുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങളിൽ SIT വ്യക്തത വരുത്തും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദിണ്ടിഗൽ സ്വദേശി ഡി മണിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഊർജിതമായി തുടരുകയാണ് SIT. മണിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കവും അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. മണിയോടും സുഹൃത്ത് ബാലമുരുകനോടും തിരുവനന്തപുരത്തെ SIT ഓഫീസിൽ മറ്റന്നാൾ ഹാജരാകണമെന്നാണ് അന്വേഷണ സംഘം നൽകിയിരിക്കുന്ന നിർദ്ദേശം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഡി മണിയുടെ മൊഴിയിൽ അടിമുടി പൊരുത്തക്കേടെന്നാണ് SITയുടെ നിഗമനം. ഇടപാടുകളുടെ ഭാഗമായി മണി തിരുവനന്തപുരത്തെത്തിയെന്ന വിവരം ലഭിച്ചെങ്കിലും അന്വേഷണ സംഘത്തിന് സ്ഥിരീകരിക്കാനായിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മണിക്കും ശബരിമല കേസുമായി ബന്ധമുണ്ടെന്നാണ് പ്രവാസി വ്യവസായിയുടെ മൊഴി. മണിയുടെ പണമിടപാടുകളിൽ അസ്വാഭാവികതയുണ്ട്. പോറ്റിയുമായി നേരിട്ടുള്ള ബന്ധം സ്ഥിരീകരിക്കാൻ ഇതുവരെ തെളിവ് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യാനായി ഈ മാസം 30-ന് തിരുവനന്തപുരത്തെ SIT ഓഫീസിലെത്താൻ അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിട്ടുണ്ട്. കേസിൽ നിരപരാധികളാണെന്നാണ് മണിയും ബാലമുരുകനും SIT സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി. എന്നാൽ മണി നൽകിയ മൊഴി SIT വിശ്വാസത്തിലെടുത്തിട്ടില്ല. മണിയുടെ കസ്റ്റഡി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഡി മണിക്ക് പിന്നിൽ വൻ സംഘമുണ്ടെന്ന നിഗമനത്തിലാണ് SIT. ഡിണ്ടിഗൽ മേഖലയിൽ ഇയാൾക്ക് പ്രത്യേക സംരക്ഷണം തന്നെയുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. നിലവിലെ അന്വേഷണ സാഹചര്യം SIT യോഗം ചേർന്ന് വിലയിരുത്തി. ഡിണ്ടിഗലിൽ അന്വേഷണം നടത്തുന്ന ടീം തിരുവനന്തപുരത്തേക്ക് തിരിക്കും. 24 തിരുവനന്തപുരം. മലപ്പുറം നിലമ്പൂർ വനത്തിൽ നിന്ന് സ്വർണം ഖനനം ചെയ്ത കേസിൽ 7 പേർ പിടിയിൽ. മമ്പാട് പുള്ളിപ്പാടം സ്വദേശികളെയാണ് വനം ഇന്റലിജൻസും റേഞ്ച് ഓഫീസറും ചേർന്ന് പിടികൂടിയത്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. സമീർ, എന്താണ് ഇവരുടെ പശ്ചാത്തലം? എന്താണ്, ഏത് രീതിയിലാണ് ഇവരിത് നടത്തിയത്? എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ സമീർ? വനമേഖലയിൽ ചാലിയാർ പുഴയുടെ തീരങ്ങളിലെ മണലിലാണ് ഈ സ്വർണത്തിന്റെ അംശമുള്ളത്. ഇത് വലിയ തോതിൽ ഖനനം നടത്തിയ കേസിലാണ് ഇപ്പോൾ 7 പേരെ ഈ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളിപ്പാടം സ്വദേശികളായ റസാഖ്, ജാബിർ, അലവിക്കുട്ടി, അഷറഫ്, സക്കീർ, ഷമീം, സുന്ദരൻ എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. ഇവർ ഈ മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ച് മണൽ ഊറ്റിയാണ് വൻതോതിൽ സ്വർണം അരിച്ചെടുത്തത് എന്നുള്ളതാണ് ഈ വനംവകുപ്പിന്റെ കണ്ടെത്തൽ എന്നുള്ളതാണ്. ഈ ചാലിയാർ പുഴയുടെ മരുത ഭാഗം മുതൽ നിലമ്പൂർ മൊടവണ്ണക്കടവ് വരെയുള്ള ഭാഗങ്ങളിൽ ഈ മണലിലാണ് ഈ സ്വർണത്തിന്റെ അംശമുള്ളത്. ഇത് ഈ അരിച്ചുമൊക്കെ പ്രദേശവാസികൾ ഇങ്ങനെ എടുക്കാറുണ്ടെങ്കിൽ പോലും വലിയ തോതിൽ മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ മണലടക്കം ഈ വെള്ളത്തിലൂടെ അടിച്ചെടുത്ത് ഇത്തരത്തിൽ അരിച്ചുള്ള ഒരു പരിപാടി ഇതാദ്യമാണ്
അംശമാണ് എന്നുള്ളതാണ് വനം വകുപ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. വനം വിജിലൻസിനും ഒപ്പം തന്നെ മറ്റുള്ള ബന്ധപ്പെട്ട ഏജൻസികൾക്കും ഒരു രഹസ്യ വിവരം ഇത്തരത്തിൽ ലഭിക്കുകയുണ്ടായി. ഇത്തരത്തിൽ വ്യാപകമായ തോതിൽ വലിയ അളവിൽ ഈ സ്വർണ്ണഖനനം നടക്കുന്നു എന്നുള്ളതായിരുന്നു വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു പരിശോധന നടത്തുകയും സംഭവത്തിൽ 7 പേരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ നിലമ്പൂർ മേഖലയിലെ ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ ഈ മണലിൽ ഒപ്പം തന്നെ ഈ സ്വർണത്തിന്റെ അംശമൊക്കെ ഉള്ളത് ഒരു എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത് മുതലെടുത്ത് ഈ സ്വർണത്തിന് വലിയ വില ഉള്ള ഈ ഒരു സാഹചര്യത്തിലാണ് വലിയ തോതിലുള്ള ഒരു ഖനനത്തിന് ഇവർ ശ്രമിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരുടെ ഈ മോട്ടോർ സെറ്റ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ നിലവിൽ വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്താനാണ് വനം വകുപ്പിന്റെ നീക്കം. റിജിത്ത്. ശരി, സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്ന LDF യോഗത്തിൽ കേരള കോൺഗ്രസ് എം പ്രതിനിധികൾ പങ്കെടുത്തില്ല. കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം ചർച്ചയായിരിക്കുന്ന ഘട്ടത്തിൽ മുന്നണി യോഗത്തിലെ അസാന്നിധ്യം രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. പെട്ടെന്നറിയിച്ച യോഗമായതുകൊണ്ടാണ് പങ്കെടുക്കാതിരുന്നത് എന്നാണ് കേരള കോൺഗ്രസ് എം നേതൃത്വത്തിന്റെ വിശദീകരണം. ശ്രീജിത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇന്നലെ വൈകിട്ടാണ് യോഗം സംബന്ധിച്ച അറിയിപ്പ് കിട്ടിയത്, അതുകൊണ്ട് പങ്കെടുത്തില്ല എന്നാണോ നേതൃത്വം വിശദീകരിക്കുന്നത്? നേതൃത്വത്തിന്റെ നിലപാട് എന്താണ്? ശ്രീജിത്ത്. ശ്രീജിത്ത്, ഇന്ന് ഉച്ചയ്ക്ക് കേന്ദ്രവിരുദ്ധ സമരം ചർച്ച ചെയ്യാനാണ് LDFന്റെ യോഗം വിളിച്ചത്. ഇന്നലെ വൈകുന്നേരമാണ് എല്ലാ പാർട്ടികൾക്കും അറിയിപ്പ് പോയത്. കേരള കോൺഗ്രസ് എമ്മിനെയും യോഗ വിവരം അറിയിച്ചിരുന്നു. ഇന്ന് ഏതാണ്ട് എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികൾ പങ്കെടുത്തപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധികളുടെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടു. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന് ശേഷം കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റം സജീവ ചർച്ചയായിരിക്കുന്ന ഘട്ടമാണ്. ഈ ഘട്ടത്തിലുള്ള അസാന്നിധ്യമാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയായത്. ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത്. ടെലിഫോൺ ബന്ധം നഷ്ടമായിരിക്കുന്നു. ഉടൻ തന്നെ ശ്രീജിത്തിലേക്ക് തിരികെ എത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്ന LDF യോഗത്തിൽ കേരള കോൺഗ്രസ് എം പ്രതിനിധികൾ പങ്കെടുത്തിരുന്നില്ല. കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം സജീവ ചർച്ചയായി നിൽക്കുന്ന ഘട്ടത്തിലാണ് മുന്നണി യോഗത്തിലെ കേരള കോൺഗ്രസ് എമ്മിന്റെ അസാന്നിധ്യം എന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. അതേസമയം ഇന്നലെ വൈകിട്ടാണ് യോഗം സംബന്ധിച്ച അറിയിപ്പ് കിട്ടിയത്, അതുകൊണ്ടാണ് പങ്കെടുക്കാതിരുന്നത് എന്നാണ് കേരള കോൺഗ്രസ് എം നേതൃത്വത്തിന്റെ വിശദീകരണം. ശ്രീജിത്ത് തയ്യാറാണ്. ശ്രീജിത്ത്, തുടരാം. റിജിത്ത്, കേരള കോൺഗ്രസ് എം ഈ കാര്യത്തിൽ നൽകുന്ന വിശദീകരണം പെട്ടെന്ന് അറിയിച്ച യോഗമായതുകൊണ്ട് തങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്നതാണ്. ജോസ് കെ മാണി ഇന്ന് പാലായിൽ തന്നെ ഉണ്ടായിരുന്നു. സ്റ്റീഫൻ ജോർജിന് സുഖമില്ല. പാർട്ടിയുടെ മന്ത്രിയായ റോഷി അഗസ്റ്റിൻ ലണ്ടനിലാണ്. ഈ കാരണങ്ങളാണ് യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതിന് ഇന്ന് നേതൃത്വം നൽകുന്ന വിശദീകരണം. എന്തായാലും വേണമെങ്കിൽ ഇവർക്ക് പങ്കെടുക്കാമായിരുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളും മുന്നണിയിലെ ഘടകകക്ഷികൾക്കിടയിൽ നടക്കുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഈ ജോസ് കെ മാണിയുടെ പാർട്ടി ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാത്ത ചർച്ചയായിട്ടുണ്ട്. ആ നിലയ്ക്കാണ് ഈ അസാന്നിധ്യം ചർച്ചയായി മാറുന്നത്. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കേരള കോൺഗ്രസ് മുന്നണി വിടുമോ എന്ന ചർച്ചകളും സംശയങ്ങളും ഒക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് ഇങ്ങനെ LDF യോഗത്തിൽ കേരള കോൺഗ്രസ് എം പങ്കെടുക്കാതിരുന്നത്. പക്ഷേ അത് വൈകി അറിയിപ്പ് കിട്ടിയതുകൊണ്ടാണ് എന്നാണ് കേരള കോൺഗ്രസ് എം നേതൃത്വത്തിന്റെ വിശദീകരണം. തമിഴ്നാട് തിരുവള്ളൂരിൽ മലിനജലം കുടിച്ച് 2 പേർ മരിച്ചു എന്ന ആരോപണം. സംഭവത്തിൽ മൃതദേഹവുമായി നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. അതേസമയം മരണകാരണം ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് പോലീസ് അറിയിച്ചു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് മനീഷ് മൂർത്തി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. മനീഷ്, എന്താണ് മരണകാരണം എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരുന്നുണ്ടോ? പോലീസ് അറിയിക്കുന്നത് എന്താണ്? ഈ പ്രദേശവാസികളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? മനീഷ് മൂർത്തി. ശ്രീജിത്ത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അവിടെ പഞ്ചായത്ത് വിതരണം ചെയ്ത വെള്ളം, പഞ്ചായത്താണ് ഈ മേഖലയിൽ, അതായത് തിരുവള്ളൂർ ജില്ലയിലെ തിരുത്തണിയിലെ കർളമ്പാക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അവിടെ പഞ്ചായത്ത് വിതരണം ചെയ്ത വെള്ളം മലിനജലമായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. 2 മരണമാണ്. അത് ഒരാൾ ഏഴുമല എന്ന് പറയുന്ന 65 വയസ്സുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ സുധ. ഈ ഏഴുമല മരിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ്. ശനിയാഴ്ചയാണ് സുധ മരിക്കുന്നത്. അപ്പോൾ ഈ മരണങ്ങൾ, അതായത് വയറിളക്കവും ഛർദിയും ബാധിച്ചാണ് ഈ മരണങ്ങളെല്ലാം തന്നെ ഈ 2 മരണങ്ങളും സംഭവിച്ചിരിക്കുന്നത്. ഇത് ഈ മലിനജലത്തിൽ നിന്നുണ്ടായ പ്രശ്നമാണ് എന്നുള്ളതാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്. ഇന്നിപ്പോൾ റോഡ് ഉപരോധം, അതായത് ഈ സുധയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ട് റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾ അവിടെ നാട്ടുകാർ നടത്തിയിരുന്നു. പോലീസുമായി സംസാരിക്കുമ്പോൾ പോലീസ് പറയുന്നത് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഈ രീതിയിലുള്ള ഒരു റിപ്പോർട്ടൊന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. അതായത് ഈ പറഞ്ഞ വിതരണം ചെയ്ത ജലത്തിന്റെ പ്രശ്നമാണ് ഇത്തരത്തിലുള്ള മരണത്തിലേക്ക് നയിച്ചത് എന്നൊരു വിഷയം എന്തായാലും ആരോഗ്യവകുപ്പ് പറയുന്നില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ആ ഒരു കാര്യം പറയുകയും മാത്രമല്ല
കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്താമെന്നുള്ളൊരു ഉറപ്പ് നാട്ടുകാർക്ക് കൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും നിലവിൽ ആ സമരം, റോഡ് ഉപരോധം അടക്കമുള്ള സമരങ്ങൾ എന്തായാലും അവിടെ ഉള്ള ആളുകൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. വലിയ മേഖലയാണ്, വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. മാത്രമല്ല അതിന് ആ സമീപ പ്രദേശത്തൊക്കെ മലിനജലം കെട്ടിക്കിടക്കുന്ന നിലയിലുള്ള ഒരു മേഖലയാണ് ഈ കർളമ്പാക്കം എന്ന് പറയുന്ന സ്ഥലം. അവിടെ നിന്നുമായി ഈ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് ഉണ്ടായത് എന്നുള്ളതാണ് അവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. എന്തായാലും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നോ കൃത്യമായ വിശദീകരണം ഈ മരണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. പോലീസ് പറയുന്നത് ആരോഗ്യവകുപ്പ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളൊന്നും നൽകിയിട്ടില്ല എന്നാണ്. ശ്രീജിത്ത്. ഗണേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മലിനജലം കുടിച്ചാണ് മരണം എന്ന ആരോപണം ഉയർന്നതിന് പിന്നാലെ വലിയ പ്രതിഷേധത്തിലേക്ക് അവിടെയുള്ള നാട്ടുകാർ പോയി. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കൂറുമാറ്റക്കാരെ അയോഗ്യരാക്കാൻ നിയമ നടപടികളുമായി കോൺഗ്രസ്. അഗളിയിൽ LDF-നൊപ്പം ചേർന്ന് പ്രസിഡന്റായ മഞ്ജുവിനെതിരെ പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. പുളിങ്കുന്നത്ത് കൂറുമാറിയ ഔസേപ്പച്ചനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കുമരകത്ത് 3 പഞ്ചായത്ത് അംഗങ്ങളെ BJP പുറത്താക്കി. കാസർഗോഡ് പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ UDF-ന്റെ ഔദ്യോഗിക പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഉഷ N. നായർ മത്സരിക്കും. തിരുവനന്തപുരം നാവായിക്കുളം പഞ്ചായത്തിൽ ഗ്രൂപ്പ് തർക്കത്തിനിടെ ഭരണം നഷ്ടമായതിൽ നേരിട്ട് നടപടി സ്വീകരിക്കാനാണ് KPCC തീരുമാനം. LDF പിന്തുണയോടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും രാജിവെപ്പിക്കാനും നീക്കമുണ്ട്. ഗ്രൂപ്പ് തർക്കത്തിന്റെ പേരിൽ മത്സരിച്ച കോൺഗ്രസുകാർക്കൊപ്പം നിന്നതിൽ LDF-നുള്ളിലും പ്രതിഷേധം പുകയുന്നുണ്ട്. നേരത്തെ ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് UDF-നൊപ്പം നിന്നതെന്നാണ് LDF-ൽ ഉയരുന്ന ആക്ഷേപം. ആലപ്പുഴ പുളിങ്കുന്നത്ത് കൂറുമാറിയ ഔസേപ്പച്ചൻ വെമ്പാടുംതറയെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു. ഔസേപ്പച്ചനെ അയോഗ്യനാക്കാനുള്ള നിയമ നടപടികളും കോൺഗ്രസ് ആരംഭിച്ചു. പ്രസിഡന്റ് സ്ഥാനം നൽകാതിരുന്നതോടെയാണ് ഔസേപ്പച്ചൻ കൂറുമാറി LDF-നൊപ്പം ചേർന്ന് പ്രസിഡന്റായത്. അതേസമയം മരിക്കും വരെ കോൺഗ്രസ് പ്രവർത്തകനായി തുടരുമെന്നാണ് ഔസേപ്പച്ചന്റെ പ്രതികരണം. കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാരോട് ഞാൻ നിരന്തരമായിട്ട് ഇപ്പോൾ ഒരു 15 ദിവസത്തോടെ ഞാൻ DC ഓഫീസിൽ കയറി ഇറങ്ങുക, നേതാക്കന്മാരെ വിളിക്കുക, അവരെന്നോട് നോക്കാം, പരിഗണിക്കാം, അല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു ലാസ്റ്റ് പോയിന്റിൽ എന്നോട് ഇപ്പം ഇങ്ങനെ അങ്ങ് പോട്ടെ. അതെന്നാ കേസാത്? പിന്നെ ഞാനെന്തിനാണ് വെറും ഒരു മെമ്പറായിട്ട് നടക്കുന്നത്? പാലക്കാട് അഗളി പഞ്ചായത്തിൽ കൂറുമാറി LDF-നൊപ്പം ചേർന്ന് പ്രസിഡന്റായ മഞ്ജുവിനെ അയോഗ്യയാക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. മഞ്ജുവിനെതിരെ പാർട്ടി നാളെ ഹൈക്കോടതിയെയും സമീപിക്കും. കോട്ടയം കുമരകത്ത് BJP പിന്തുണയിൽ UDF സ്വതന്ത്രനെ പ്രസിഡന്റാക്കിയതിൽ വിവാദം തുടരുകയാണ്. BJP പിന്തുണ എന്നത് തെറ്റായ വാദമാണെന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുക മാത്രമാണ് UDF ചെയ്തതെന്നുമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ന്യായീകരണം. BJP-യുടെ പിന്തുണ വേണ്ടെന്ന് നേരത്തെ തന്നെ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അവിടെ അവർ സ്വതന്ത്രരല്ലേ? ഞങ്ങളതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് സ്വതന്ത്രനായി വന്ന ഒരാളാണ്. അതും മാർക്സിസ്റ്റ് പാർട്ടിയുടെ LC സെക്രട്ടറി അല്ലേ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഗോപി അല്ലേ, മാർക്സിസ്റ്റ് പാർട്ടി. എങ്ങനെ അദ്ദേഹം ആ നിലയിലോട്ട് പോയി? അതേസമയം സംഭവം വിവാദമായതോടെ 3 മെമ്പർമാരെ BJP പുറത്താക്കി. മലപ്പുറം തിരുവാലി പഞ്ചായത്തിലെ തർക്കത്തിൽ UDF നേതൃത്വം ധാരണയിലെത്തി. മുസ്ലിം ലീഗിന് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിനൊപ്പം ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കൂടി നൽകും. ന്യൂസ് ഡെസ്ക് 24. തൃശൂർ മറ്റത്തൂർ കൂറുമാറ്റത്തിൽ കോൺഗ്രസ് നടപടി കർശനമാക്കുന്നതിനിടെ DCC-ക്കെതിരെ രൂക്ഷ വിമർശനവുമായി നടപടി നേരിട്ട കോൺഗ്രസ് വാർഡ് മെമ്പർമാരും നേതാക്കളും. വിപ്പ് നൽകിയെന്ന് DCC പ്രസിഡന്റ് പറയുന്നത് നുണപ്രചാരണമാണ്. CPIM വിരോധത്തിൽ BJP കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തുവെന്നും പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ വിമതരുൾപ്പെടെ 10 പേരെ അയോഗ്യരാക്കാനുള്ള നടപടി തുടങ്ങി. DCC നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു മറ്റത്തൂരിൽ BJP-യുമായി സഖ്യമുണ്ടാക്കിയ നേതാക്കൾ. വിപ്പ് നൽകിയിരുന്നുവെന്ന DCC പ്രസിഡന്റിന്റെ വാദം സഖ്യ നേതാക്കൾ തള്ളി. വിപ്പ് നൽകേണ്ടത് മണ്ഡലം കമ്മിറ്റിയല്ല, ജില്ലാ പ്രസിഡന്റാണ് വിപ്പ് നൽകുന്നത്. പച്ച നുണയാണ് അദ്ദേഹം പറഞ്ഞത്, പച്ച നുണയാണ്. കാരണം അങ്ങനെ വിപ്പേ നൽകിയിട്ടില്ല. പാർട്ടി തങ്ങളെ കേൾക്കണം, നിർദ്ദേശങ്ങളുണ്ട്, അംഗീകരിച്ചാൽ പാർട്ടിക്ക് വഴങ്ങും. അച്ചടക്ക നടപടിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. അല്ല, അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, നടപടി ഉണ്ടാവും. അത് അദ്ദേഹത്തിന്റെ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ നടപടി തീർച്ചയായിട്ടും ഉണ്ടാവും. BJP-യുമായി ധാരണ ഉണ്ടാക്കിയത് അറിയാതെയാണ് വോട്ട് ചെയ്തതെന്ന് പറഞ്ഞ കോൺഗ്രസ് വാർഡ് മെമ്പർ അക്ഷയ് സന്തോഷ് മലക്കം പറഞ്ഞു. സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് BJP കോൺഗ്രസ് കൂട്ടുകെട്ടിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരം കിട്ടുന്നത്. ഇത് ഒന്നും അറിയാതെയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നായിട്ട് ഞങ്ങളിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയത്. BJP നേതൃത്വവുമായി കൂടിയാലോചിച്ചാണ് മറ്റത്തൂരിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സഖ്യമായി മത്സരിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. 24 തൃശൂർ. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങളുടെ BJP-യിലേക്കുള്ള കൂറുമാറ്റം രാഷ്ട്രീയ ആയുധമാക്കി CPIM. കൂറുമാറ്റത്തിൽ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്ത് വന്നു.
ഒറ്റച്ചാട്ടത്തിന് BJP-യിലെത്താൻ തക്കം പാർത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മോദി പറയുന്ന സ്ഥലത്തൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്ന പിണറായി വിജയനാണ് കോൺഗ്രസിനെ പരിഹസിക്കാൻ വരുന്നതെന്നാണ് VD സതീശന്റെ മറുപടി. അരുണാചൽ പ്രദേശിലും ഗോവയിലും കോൺഗ്രസ് MLA-മാർ കൂട്ടത്തോടെ കൂറുമാറി BJP-യിലെത്തിയതിന്റെ കേരള മോഡലാണ് മറ്റത്തൂർ പഞ്ചായത്തിൽ കണ്ടതെന്നാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. മരുന്നിന് പോലും ഒരാളെ ബാക്കി വെക്കാതെയാണ് മറ്റത്തൂരിലെ കോൺഗ്രസ് അംഗങ്ങൾ BJP-യിലേക്ക് പോയതെന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചു. ഇപ്പോൾ കോൺഗ്രസിൽ നിൽക്കുന്നവരും ഇരട്ടി വിളിക്കുമ്പോഴേക്കും BJP-ആക്കാൻ മടിക്കില്ല എന്നാണ് ഇവിടെ തെളിയുന്നത്. കൈപ്പത്തി ചിഹ്നം താമരയാക്കി മാറ്റാൻ കോൺഗ്രസുകാർക്ക് മനസാക്ഷിക്കുത്തില്ല. സ്വയം വിൽക്കാനുള്ള കോൺഗ്രസിന്റെ ഈ സന്നദ്ധതയാണ് BJP-യുടെ കേരള വ്യാമോഹങ്ങൾക്ക് വളമിടുന്നതെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിൽ വിമർശിച്ചു. മന്ത്രിമാരടക്കമുള്ള മറ്റ് CPM നേതാക്കളും മറ്റത്തൂർ കൂറുമാറ്റത്തിൽ കോൺഗ്രസിനെ വിമർശിച്ചിട്ടുണ്ട്. മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് ആകെ ഒലിച്ച് പോയി BJP-യിൽ വിലയം പ്രാപിക്കുന്ന ലജ്ജിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അറിവോടെയാണ് അതെന്നുള്ളത് വ്യക്തമാണല്ലോ. കുമരകത്ത് പ്രത്യുപകാരം BJP കോൺഗ്രസിനെ സഹായിച്ചു LDF-നെ പരാജയപ്പെടുത്താൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തകർപ്പൻ ജയത്തിനിടയിലുണ്ടായ കൂറുമാറ്റം കോൺഗ്രസിനെയും UDF-നെയും പ്രതിരോധത്തിലാക്കി. സ്ഥാനമോഹികളാണ് പാർട്ടിയെ വഞ്ചിച്ച് BJP-യിലേക്ക് കൂറുമാറിയതാണ് കോൺഗ്രസിന്റെ പ്രതിരോധം. കോൺഗ്രസിനെ വിമർശിക്കാൻ CPM-ന് എന്ത് അർഹതയാണുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ആഗ്രഹം അവർ BJP പോകണമെന്നാണ്. കാരണം BJP-യെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അവർക്കെതിരെ നടപടിയെടുക്കാൻ കാര്യം പാർട്ടി അവിടെ ആലോചിക്കാനാണ് അവർ ചെയ്തത്. അതുകൊണ്ടാണ് അവർക്കെതിരായി നടപടിയെടുത്തത്. അല്ലാതെ അവരാരും രാജിവെച്ച് BJP-യിലൊന്നും ചേർന്നിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ആഗ്രഹമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നഷ്ടപ്പെട്ട ന്യൂനപക്ഷ വോട്ടുകൾ തിരികെ പിടിക്കാനുള്ള രാഷ്ട്രീയ അവസരം എന്ന നിലയിലാണ് മറ്റത്തൂർ കൂറുമാറ്റത്തെ CPM കാണുന്നത്. 24 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തിരുവനന്തപുരം ശാസ്തമംഗലത്ത് ഓഫീസിനെ ചൊല്ലി MLA-യും കൗൺസിലറും നേർക്കുനേർ. MLA ഓഫീസ് ഒഴിയണമെന്ന BJP കൗൺസിലർ R. ശ്രീലേഖയുടെ ആവശ്യം രാഷ്ട്രീയ മര്യാദകേടെന്ന് VK പ്രശാന്ത് MLA. VK പ്രശാന്ത് സഹോദര തുല്യനെന്നും മുറി ഒഴിയണമെന്ന് ആവശ്യപ്പെടുകയല്ല അഭ്യർത്ഥിക്കുകയാണ് ചെയ്തതെന്നുമാണ് R. ശ്രീലേഖയുടെ പ്രതികരണം. വിവാദം രാഷ്ട്രീയവൽക്കരിക്കേണ്ടതില്ലെന്നും ചർച്ചയായ സ്ഥിതിക്ക് രേഖകൾ പരിശോധിക്കുമെന്നും മേയർ VV രാജേഷ് പറഞ്ഞു. നാടകീയ സംഭവങ്ങൾക്കാണ് തിരുവനന്തപുരം ശാസ്തമംഗലത്തെ MLA കൗൺസിലർ ഓഫീസ് വേദിയായത്. MLA ഓഫീസ് ഒഴിയണമെന്ന് ഫോണിൽ വിളിച്ച് R. ശ്രീലേഖ ആവശ്യപ്പെട്ടത് ശുദ്ധ മര്യാദകേടെന്ന് VK പ്രശാന്ത് തുറന്നടിച്ചു. ഇവിടെ ഒരു കൗൺസിലറായി ജയിച്ച ഒരാൾ എനിക്ക് ഈ സൗകര്യം പോരാ എന്ന് പറഞ്ഞ് MLA-യോട് മാറാൻ പറഞ്ഞാൽ അത് മര്യാദകേടല്ലേ, ശുദ്ധ മര്യാദകേടല്ലേ അവർ കാണിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു തിട്ടൂരം അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഒരു ചെറിയ വാർഡിന്റെ പ്രതിനിധിയായിരിക്കുന്ന അവർ ഇന്നലെ വന്ന് അവർ മുൻ മേയറായിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ MLA ആയിരിക്കുന്ന ഒരാളെ ഈ നിലയിൽ അവഹേളിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നത് ശരിയാണോ? MLA-ക്ക് തൊട്ടു പിന്നാലെ ഓഫീസിലെത്തിയ R. ശ്രീലേഖയുടെ പ്രതികരണം ഇങ്ങനെ: അത് അടുത്ത ഇലക്ഷന്റെ സൗകര്യാർത്ഥം MLA ക്വാർട്ടേഴ്സിലേക്കോ അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു സ്ഥലം കിട്ടിയപ്പോഴോ മാറി എന്ന് പ്രശാന്തിന് പറയാമല്ലോ. ഇതെനിക്ക് കിട്ടിയാൽ എനിക്ക് 5 വർഷത്തേക്ക് കൗൺസിലർ ആയിരിക്കേണ്ടതല്ലേ, എൻ്റെ ഓഫീസ് വർക്ക് ചെയ്യേണ്ടതല്ലേ, എനിക്കിവിടെ ജോലി ചെയ്യേണ്ടതല്ലേ, ഒരുപാട് പേർക്ക് ഇവിടെ ഇരിക്കേണ്ട സ്ഥലം അല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ പരിമിതമായ സ്ഥലത്ത് ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ദയവ് ചെയ്തൊന്ന് പരിഗണിക്കണം. പെട്ടെന്ന് വേണ്ട, പതുക്കെ മതി, പ്ലീസ് എൻ്റെ റിക്വസ്റ്റാണ്, ഒന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് ഇങ്ങോട്ട് പറഞ്ഞത് അത് പറ്റില്ല. മാധ്യമങ്ങളെ കണ്ട ശേഷം MLA ഓഫീസിലെത്തിയ R. ശ്രീലേഖ VK പ്രശാന്തിനെ കണ്ടു. തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും സഹോദര തുല്യനെന്നും പ്രതികരണം. വിഷയം രാഷ്ട്രീയവൽക്കരിക്കേണ്ടതില്ലെന്നായിരുന്നു മേയർ VV രാജേഷിന്റെ പ്രതികരണം. അതിന് ഇത്രത്തോളം രാഷ്ട്രീയവൽക്കരിച്ച് ഒരു ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് അഭിപ്രായം. അത്രേ അതിൽ സംഭവിച്ചിട്ടുള്ളൂ. R. ശ്രീലേഖയുടെ ആവശ്യം ന്യായമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി മാത്രം കണ്ടാൽ മതിയെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. കെട്ടിടം സംബന്ധിച്ച തർക്കത്തിൽ നിയമപരമായി മുന്നോട്ട് പോകാനാണ് ഇരു കൂട്ടരുടെയും തീരുമാനം. 24 തിരുവനന്തപുരം. കായിക ലോകത്ത് നിന്നുള്ളൊരു വിശേഷം കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 10,000 റൺസ് തികച്ചിരിക്കുന്നു സ്മൃതി മന്ദാന എന്നുള്ളതാണ്. നേട്ടം കൈവരിക്കുന്ന ലോകത്തെ 4ാമത്തെ വനിതാ താരമാണ് സ്മൃതി മന്ദാന. മിതാലി രാജിന് ശേഷം 2ാമത്തെ ഇന്ത്യൻ വനിതാ താരം കൂടിയായി മാറുന്നു സ്മൃതി മന്ദാന. മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും കേന്ദ്രവിരുദ്ധ സമരത്തിന് ജനുവരി 12-ന് തിരുവനന്തപുരത്താണ് സമരം. ഇന്നത്തെ LDF യോഗത്തിലാണ് തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന ജാഥ നടത്താനും തീരുമാനമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും കേന്ദ്രവിരുദ്ധ സമരത്തിനിറങ്ങുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഡൽഹിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ സമരത്തിന്റെ മാതൃകയിലാണ് തിരുവനന്തപുരത്തും സമരം നടത്തുന്നത്. സമരവേദി എവിടെയെന്ന് നിശ്ചയിച്ചിട്ടില്ല. തൊഴിലുറപ്പ് പദ്ധതിയിലെ മാറ്റങ്ങൾ, ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിത കുടിശ്ശിക, വായ്പാപരിധി വെട്ടിക്കുറച്ച് തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേന്ദ്രവിരുദ്ധ സമരത്തിനിറങ്ങുന്നത്. തിരുവനന്തപുരത്തെ സമരത്തിന് തുടർച്ചയായി മറ്റ് സമരങ്ങളും ആസൂത്രണം ചെയ്യുന്നുണ്ട്.
തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള തിരുത്തൽ നടപടിയായിട്ട് കൂടിയാണ് കേന്ദ്രവിരുദ്ധ സമരത്തെ CPIM കാണുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനതല ജാഥ നടത്താനും ഇന്നത്തെ LDF യോഗത്തിൽ ധാരണയായി. 24 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ വേഗത്തിലാക്കുകയാണ് കോൺഗ്രസ്. ഫെബ്രുവരിയോടെ സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക പുറത്തിറക്കാനുള്ള നീക്കവും ആലോചനയുമാണ് നടക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന കേരള യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ച് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പ്രഖ്യാപിക്കാനാണ് നീക്കം. 50% സീറ്റുകളിൽ യുവാക്കളെയും വനിതകളെയും മത്സരിപ്പിക്കുന്നത് പരിഗണനയിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു മുഴം മുമ്പേ ഇറങ്ങാനാണ് കോൺഗ്രസ് നീക്കം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന കേരള യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ച് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പ്രഖ്യാപിക്കാനാണ് ആലോചന. ജനുവരിയിൽ ചേരുന്ന നേതൃയോഗത്തിന് പിന്നാലെ കോർ കമ്മിറ്റി ചേർന്ന് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കും. ഓരോ മണ്ഡലത്തിലെയും സാഹചര്യവും ഘടകവും പ്രത്യേകം പഠിക്കും. മണ്ഡലങ്ങളെ 3 ഘട്ടങ്ങളായി തിരിച്ച് വിജയസാധ്യതയും മെറിറ്റും പരിഗണിച്ചാവും സ്ഥാനാർത്ഥി നിർണയം. ഇത്തവണ കോൺഗ്രസ് തലമുറ മാറ്റത്തിന് ഒരുങ്ങുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. 50% സീറ്റുകളിൽ യുവാക്കളെയും വനിതകളെയും മത്സരിപ്പിക്കുന്നത് പരിഗണിക്കും. UDF ഉഭയകക്ഷി ചർച്ചകളും സമയബന്ധിതമായി നടക്കും. തലമുറ മാറ്റം വേണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് സ്വാഗതം ചെയ്യുന്നതായി KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. ആളുകളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച്, ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരണമെങ്കിൽ സ്വാഭാവികമായിട്ടും പുതുമുഖങ്ങളായിട്ടുള്ള ആളുകൾ കടന്നു വരണം, യുവാക്കളായിട്ടുള്ള ആളുകൾ കടന്നു വരണം. അതിന് പാർട്ടി ഇനിഷ്യേറ്റീവ് എടുക്കുന്നു അല്ലെങ്കിൽ എടുക്കുമെന്ന് അറിയുന്നതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. അതിനെ ഞങ്ങൾ വലിയ രീതിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യണം. എല്ലാ ആളുകൾക്കും അവസരങ്ങൾ കിട്ടണം. പലപ്പോഴായി അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു പോയ ഒട്ടനവധിയായ ആളുകളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടിച്ചേരുന്ന നേതൃപരമായ ഒരു വളരെ വിശാലമായ നേതൃത്വത്തെ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കും. അതിന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു എന്ന് പറയുന്ന കാര്യത്തെ വളരെ പോസിറ്റീവായി തന്നെ കാണുന്നു. അതിനെ സ്വാഗതം ചെയ്യുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വെച്ചു മാറുന്നതിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും ലീഗിന് അർഹമായ പരിഗണന ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും PK കുഞ്ഞാലിക്കുട്ടി. അറിയിക്കുന്നത് പാർട്ടിക്ക് കിട്ടും, ആ കാര്യത്തിൽ സംശയമില്ല. പക്ഷേ വോട്ട് കൂടിയെങ്കിൽ അത് വെച്ചൊരു മുതലെടുപ്പിലൊന്നും ഇറങ്ങണം, അങ്ങനത്തെ പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല. യാതൊരു ചർച്ചയും ഇതിനകം നടന്നിട്ടില്ല. അത് മുഴുവൻ ശുദ്ധ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. ഫെബ്രുവരി ആദ്യവാരം ആരംഭിക്കുന്ന കേരള യാത്രയ്ക്ക് പിന്നാലെ ജനാഭിപ്രായം സ്വരൂപിച്ച പ്രകടന പത്രിക പുറത്തിറക്കും. 24 തിരുവനന്തപുരം. കോൺഗ്രസ് ഇന്ന് മറ്റൊരു വിവാദത്തിൽ പോയിപ്പെട്ടു. KPCC ആസ്ഥാനത്തെ കോൺഗ്രസ് സ്ഥാപക ദിനാചരണത്തിനിടെ ദേശീയ ഗാനം തെറ്റിച്ചുപാടി. ഇത് വലിയ ചർച്ചയായിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ പരിഹാസവുമൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നീട് തെറ്റ് തിരുത്താതെ തന്നെ നേതാക്കൾ തുടർന്ന് ദേശീയ ഗാനം പാടി പൂർത്തിയാക്കുകയും ചെയ്തു. കോൺഗ്രസിന്റെ സ്ഥാപക ദിനാഘോഷം വേദി KPCC ആസ്ഥാനമായ ഇന്ദിരാഭവൻ. പതാക ഉയർത്തലിനും മറ്റും ശേഷം ദേശീയ ഗാനം. ജനഗണമനയ്ക്കു പകരം ജനഗണമംഗള എന്ന് വനിതാ നേതാവ് പാടിയത് ഏറ്റുപാടി മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി, ദീപാദാസ് മുൻഷി, VM സുധീരൻ, PC വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കൾ. മുൻപ് പൊതുപരിപാടിയിൽ ഇതേ രീതിയിൽ ദേശീയഗാനം തെറ്റിച്ചാലപിച്ച മുൻ DCC പ്രസിഡന്റ് പാലോട് രവിയായിരുന്നു ചടങ്ങിലെ ഹൈലൈറ്റ്. കോൺഗ്രസ് സ്ഥാപക ദിനാഘോഷത്തിൽ KPCC ആസ്ഥാനത്ത് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പിണഞ്ഞ അബദ്ധം സോഷ്യൽ മീഡിയയിൽ വൈറലായി. തിരുവനന്തപുരം. ഓടുന്ന ട്രെയിനിൽ കയറാൻ ശ്രമിക്കവേ അപകടത്തിൽപ്പെട്ട് കാലുകൾ അറ്റുപോയ സംഭവത്തിൽ 8 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ ഹൈക്കോടതി ഉത്തരവ്. സ്വയം വരുത്തിവെച്ച അപകടമാണെന്ന് ട്രൈബ്യൂണൽ ഉത്തരവിനെതിരെയായിരുന്നു മുൻ മാധ്യമപ്രവർത്തകൻ സിദ്ധാർത്ഥ് K ഭട്ടതിരിയുടെ നിയമ പോരാട്ടം. ഹൈക്കോടതി ഉത്തരവ് ആശ്വാസകരമാണെന്ന് സിദ്ധാർത്ഥ് K ഭട്ടതിരി 24നോട് പറഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. എൻ്റെ സുഹൃത്തായിട്ടുള്ള മുഹമ്മദ് ഇബ്രാഹിം എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റാണ് ഈ വിഷയം. എൻ്റെ സുഹൃത്ത് എന്നെ കാണാൻ വന്നപ്പോഴാണ് ഇത് ട്രൈബ്യൂണലിൻ്റെ മുമ്പിൽ പരാതിയുമായി പോയാൽ ചിലപ്പോൾ ഗുണമുണ്ടാകും എന്നുള്ള നിലയിൽ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പോകാമെന്ന് പറഞ്ഞ് ട്രൈബ്യൂണലിലേക്ക് പോകുന്നു. ട്രൈബ്യൂണൽ അത് തള്ളുകയാണ് ഉണ്ടായത്. അശ്രദ്ധമായി വരുത്തി വെച്ചൊരു വിനയാണെന്നുള്ള നിലയിൽ അത് തള്ളുകയാണ് ഉണ്ടായത്. ഹൈക്കോടതി പക്ഷേ ഈ വിഷയത്തിൽ അശ്രദ്ധമായി പെരുമാറിയത് കൊണ്ടാണ് ഇത്തരമൊരു വീഴ്ച ഉണ്ടായതെങ്കിലും അത് മനഃപൂർവ്വമായി വരുത്തി വെച്ച ഒരു അശ്രദ്ധയല്ല, ഒരു ആത്മഹത്യാപരമായുള്ള അശ്രദ്ധയല്ല എന്നുള്ള വ്യാഖ്യാനം നൽകി അത്തരമൊരു പരാമർശം നടത്തിയതുകൊണ്ട് അതൊരു ആശ്വാസകരമായ വിധിയായി ഞാൻ മനസ്സിലാക്കുന്നു.
നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നിതിൻ, ഏറെ നാളത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് സിദ്ധാർത്ഥിന് നീതി ലഭിക്കുന്നത്. എപ്പോഴായിരുന്നു ഈ സംഭവം? പിന്നീട് ഇതിൽ സിദ്ധാർത്ഥ് നടത്തിയ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം അതെങ്ങനെയായിരുന്നു നിതിൻ? റിജിത്ത്, മാധ്യമപ്രവർത്തകർക്കിടയിൽ സുപരിചിതനാണ് സിദ്ധാർത്ഥ്. 2022 നവംബർ 19 ഡൽഹിയിലേക്കുള്ള യാത്രാമധ്യേ, ജോലി സംബന്ധമായി ഡൽഹിയിലേക്കുള്ള യാത്രാമധ്യേ ഗുജറാത്തിലെ സൂറത്തിൽ വെച്ച് സിദ്ധാർത്ഥ് സഞ്ചരിച്ച ട്രെയിനിൽ നിന്ന് സിദ്ധാർത്ഥ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നു. അവിടുന്ന് ഭക്ഷണം വാങ്ങി തിരിച്ച് ട്രെയിനിലേക്ക് കയറുന്നതിനിടെ ട്രെയിന് നീങ്ങി തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരു വഴുതി പിന്നീട് ട്രാക്കിനും അതോടൊപ്പം തന്നെ പ്ലാറ്റ്ഫോമിനും ട്രെയിനും ഇടയിൽ വീഴുകയായിരുന്നു. അതിനുശേഷം പിന്നീട് 2 കാലുകളും അറ്റുപോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു അപകടം സംഭവിച്ചത്. സിദ്ധാർത്ഥ് സഞ്ചരിച്ച ദീർഘദൂര ട്രെയിനിൽ പാൻട്രി ഉണ്ടായിരുന്നില്ല. അതേ തുടർന്നാണ് പിന്നീട് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി ഭക്ഷണം വാങ്ങുന്നൊരു സ്ഥിതി ഉണ്ടായത്. ഈ അപകടം സംഭവിച്ച് പിന്നീട് സിദ്ധാർത്ഥിന് 2 കാലും അറ്റുപോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് 2022 ഈ അപകടം സംഭവിക്കുന്നത്. 2023 ട്രൈബ്യൂണൽ സമീപിക്കുകയാണ് ചെയ്തത്. നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ട്രൈബ്യൂണൽ സമീപിച്ചു. പക്ഷേ സ്വയം വരുത്തിവെച്ച അപകടമാണെന്ന് ട്രൈബ്യൂണൽ ഉത്തരവിടുകയായിരുന്നു. ഈ ഉത്തരവിനെതിരെയാണ് ഹൈക്കോടതിയിൽ പോവുകയും പിന്നീട് അനുകൂല ഉത്തരവ് നേടുകയും ലഭിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് 2 കാരണങ്ങളാണ്. അതായത് മനഃപൂർവ്വം വരുത്തിവെക്കണമെങ്കിൽ അത്തരമൊരു ഇന്റൻഷൻ ഉണ്ടാകണം. പക്ഷേ ഈ ഒരു അപകടത്തിൽ അത്തരമൊരു ഇന്റൻഷൻ ഉണ്ടായിട്ടില്ല. കേവലം ഒരു അശ്രദ്ധയോടുകൂടി ഒരു അപകടമാണ്. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിന് ഈ നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ തീരുമാനം വേണമെന്ന് ഹൈക്കോടതി ഉത്തരവിടുകയാണ്. അതോടൊപ്പം നോ ഫോൾട്ട് റൂളിന്റെ സുപ്രീം കോടതിയിലെ മുൻകാല ഉത്തരവുകളും സിദ്ധാർത്ഥിന് അനുകൂലമായി. ഇങ്ങനെയാണ് സിദ്ധാർത്ഥിന് 8 ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കുന്നൊരു സ്ഥിതി ഉണ്ടായത്. അത് സിദ്ധാർത്ഥ് സംബന്ധിച്ചാണെങ്കിൽ ഏറെ ആശ്വാസകരമാണ്. കാരണം ഈ അപകടത്തിന് പിന്നാലെ ഉണ്ടായ ശാരീരിക ബുദ്ധിമുട്ടിനെ തുടർന്ന് സിദ്ധാർത്ഥ് മാധ്യമപ്രവർത്തനം ഉപയോഗിച്ച് ഇപ്പോൾ PhD പഠനത്തിലാണ്. അങ്ങനെ വലിയൊരു അപകടത്തിൽ നിന്നും മുക്തി നേടി. പക്ഷേ ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ സമൂഹത്തിൽ ഇത്തരമൊരു അപകടം സംഭവിച്ച് ഈ ഇങ്ങനെയൊരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ പരിക്കുകളേൽക്കുന്ന ആളുകളുണ്ട്. അവർക്ക് കൂടി ഊർജ്ജം നൽകുന്ന ഒരു നിയമ പോരാട്ടമാണ് സിദ്ധാർത്ഥിന്റെ ഭാഗത്തും ഉണ്ടായത്. അങ്ങനെ 3 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് 8 ലക്ഷം രൂപ ഇത്തരത്തിലൊരു നഷ്ടപരിഹാരം നൽകണമെന്നൊരു വിധി സിദ്ധാർത്ഥിന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും സിദ്ധാർത്ഥ് ഈ ഒരു വിധിയിൽ ഏറെ ആശ്വാസമാണ്. പ്രത്യേകിച്ചും സമൂഹത്തിൽ ഇത്തരം ഒരു സന്ദേശം നൽകുകൂടിയാണ് ഈ നിയമ പോരാട്ടത്തിലൂടെ സിദ്ധാർത്ഥിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. ശരി, ആശ്വാസകരമായ വിധി എന്നാണ് സിദ്ധാർത്ഥ് ഇതിനോട് പ്രതികരിക്കുന്നത്. സ്വയം വരുത്തി വെച്ച അപകടമാണ് എന്നായിരുന്നു ട്രൈബ്യൂണലിന്റെ ഉത്തരവ്. അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് സിദ്ധാർത്ഥ് ഈ നിയമ പോരാട്ടം നടത്തുന്നത്. പിന്നീട് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ആശ്വാസകരമായ തീരുമാനം സിദ്ധാർത്ഥിന് വരികയാണ്. നിതിൻ അംബുജൻ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ദൈനംദിന നടത്തിപ്പിനെ ബാധിക്കുന്ന വിധത്തിൽ മിഡ് ഡേ മീൽ സ്കീം സോഫ്റ്റ്വെയർ പണിമുടക്കി. കണക്കുകൾ സോഫ്റ്റ്വെയർ വഴി സമർപ്പിക്കാൻ കഴിയാതെ വന്നതോടെ പാചകത്തൊഴിലാളികളുടെ വേതനം മുടങ്ങും. 24 എക്സ്ക്ലൂസീവ്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയായ മിഡ് ഡേ മീൽ സ്കീം സോഫ്റ്റ്വെയർ പണിമുടക്കിയിട്ട് നാളേറെയായി. പദ്ധതിയുടെ ദൈനംദിന നടത്തിപ്പിനെ ബാധിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ എത്തിയതോടെ ഉദ്യോഗസ്ഥർ ആശങ്കയിലാണ്. ഈ മാസം 5 മുതൽ സോഫ്റ്റ്വെയറിൽ വിവരങ്ങൾ രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. സ്കൂൾ ഉച്ചഭക്ഷണത്തിന്റെ ഹാജർ നിലയും ചോറ്, കറികൾ, മുട്ട, പാൽ, മറ്റു ഭക്ഷ്യവിഭവങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിന്റെയും വിശദവിവരങ്ങൾ തുടങ്ങിയവ ദൈനംദിനം രേഖപ്പെടുത്തുന്നത് സോഫ്റ്റ്വെയർ മുഖേനയാണ്. മാവേലി സ്റ്റോറിൽ നിന്ന് അരി ലഭിക്കുമ്പോൾ സ്റ്റോക്ക് എൻട്രി നടത്തുന്നതും പാചകത്തൊഴിലാളികളുടെ ഓരോ മാസത്തെയും റിപ്പോർട്ടുകളും മറ്റും ചെയ്യുന്നതും ഈ സോഫ്റ്റ്വെയർ മുഖേനയാണ്. അത് മുടങ്ങിയാൽ പാചകത്തൊഴിലാളികളുടെ വേതനം മുടങ്ങും. പാചകത്തൊഴിലാളികളുടെ ശമ്പളം കിട്ടണമെങ്കിൽ അടുത്ത മാസം 10 മുമ്പായി ചെലവുകളുടെ കണക്കുകൾ പ്രധാനാധ്യാപകർ നൽകണം. ഈ മാസത്തെ ചെലവ് കണക്ക് ഇതുവരെ തയ്യാറാക്കാനും കഴിഞ്ഞിട്ടില്ല. ഇതുമൂലം ചെലവിനുള്ള തുക ലഭിക്കുന്നത് മുടങ്ങാനുള്ള സാധ്യതയുമുണ്ട്. ഇത് അധ്യാപകരുടെ ആശങ്ക ഇരട്ടിയാക്കുന്നു. അരിയുടെ സ്റ്റോക്ക് എൻട്രി നടത്താൻ സാധിക്കാത്തത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കിയതായി പ്രധാനാധ്യാപകരും ഭക്ഷണത്തിന്റെ ചുമതലയുള്ള അധ്യാപകരും പറയുന്നു. ഡിസംബർ 31 മുമ്പ് പരിഹരിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ പ്രശ്നം അതീവ ഗുരുതരമാകും. പ്രശ്നപരിഹാരത്തിന് ശ്രമം തുടങ്ങിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിവരങ്ങൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി വയ്ക്കാനാണ് നിർദ്ദേശം. അതേസമയം പ്രശ്നം പരിഹരിക്കാൻ ഇനിയും ദിവസങ്ങൾ വേണ്ടിവരുമെന്നാണ് അറിയുന്നത്. വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കാമെന്ന സംശയവും ഉയരുന്നുണ്ട്. 24 കൊല്ലം. കർണാടകയിലെ ബുൾഡോസർ രാജിൽ മുസ്ലിം ലീഗിൽ ഭിന്നത. ബുൾഡോസർ രാജ് പാടില്ലായിരുന്നുവെന്നും ജനങ്ങളെ കേൾക്കണമായിരുന്നുവെന്നും സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. എന്നാൽ UP മോഡലല്ല കർണാടകത്തിൽ നടക്കുന്നതെന്നും ഇടതുപക്ഷം തെറ്റായ പ്രചാരണം നടത്തുകയാണെന്നുമായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. കർണാടകയിലെ ബുൾഡോസർ രാജ് പാടില്ലായിരുന്നുവെന്നും ജനങ്ങളെ കേൾക്കണമായിരുന്നു എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം. സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. എല്ലാവർക്കും അതിൽ വിഷമമുണ്ട്. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവിടെ ഗവൺമെന്റ് കുടിയെടുപ്പിക്കേണ്ടി വന്നു. എന്നാൽ UP മോഡലല്ല കർണാടകയിൽ നടക്കുന്നതെന്നായിരുന്നു നടപടിയെ ന്യായീകരിച്ച് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത്. സ്ഥലം സന്ദർശിച്ച ഇടതുപക്ഷ MPമാരെയും കുഞ്ഞാലിക്കുട്ടി പരിഹസിച്ചു. UP അവിടെയും ഇവിടെയും കാണുന്നത് പോലെയല്ല. എല്ലാ വിഭാഗം ജനങ്ങളും അതിനകത്തുണ്ട്. മൈനോറിറ്റി മാത്രമൊന്നുമല്ല. വികസനത്തിന്റെ പേരിൽ നിർധനരുടെ കിടപ്പാടം ഇല്ലാതാക്കുന്ന നടപടിയാണെന്ന്
സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കുറ്റപ്പെടുത്തി. ആരും വഴിയാധാരമാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിനോട് കാര്യങ്ങൾ ചോദിച്ചറിയാണ്. മുഖ്യമന്ത്രിയും അവിടുത്തെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയും വ്യക്തമായിട്ടുണ്ട്, ഒരാൾ പോലും അവിടെ വഴിയാധാരമില്ല. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളോടും മുസ്ലിങ്ങളോടും കോൺഗ്രസിന്റെ സമീപനം ഒരിക്കൽ കൂടി വ്യക്തമായെന്ന് ഇന്നലെ സ്ഥലം സന്ദർശിച്ച എ റഹീം എം പി പറഞ്ഞു. കണ്ണിൽ ചൊരയില്ലാത്ത കോൺഗ്രസ് ദളിതരോടും മുസ്ലിം മതവിഭാഗങ്ങളോടും ക്രിസ്ത്യൻസിനോടും മതന്യൂനപക്ഷങ്ങളോടും മാർജിനലൈസ്ഡ് സെക്ഷനോടും എന്താണ് കോൺഗ്രസിന്റെ നിലപാട്? നടപടിക്കെതിരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും രംഗത്തെത്തി. മനസാക്ഷിയുള്ള എല്ലാ മനുഷ്യരുടെ ഉള്ളിലും വേദനയുണ്ടാക്കുന്നതാണ് നടപടിയെന്ന് വിമർശനം. ന്യൂസ് ഡെസ്ക് 24. ബംഗളൂരു യലഹങ്കയിലെ കുടിയൊഴിപ്പിക്കലിൽ നിർണായക യോഗം വിളിച്ച് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. നാളെ വൈകിട്ട് നടക്കുന്ന യോഗത്തിൽ ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറും പങ്കെടുക്കും. കുടിയൊഴിപ്പിച്ചവരെ പുനരധിവസിപ്പിക്കുമെന്ന് സിദ്ധരാമയ്യ ആവർത്തിച്ചു. മനീഷ് മൂർത്തി വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. മനീഷ്, ഈ സർക്കാർ നടപടിയുമായി ബന്ധപ്പെട്ട് വിവിധ ഇടങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നൊരു പശ്ചാത്തലമുണ്ട്. രാഷ്ട്രീയ ആയുധമാക്കി എതിർചേരി അതിനെ മാറ്റിയിരിക്കുന്ന പശ്ചാത്തലവുമുണ്ട്. അതിനിടയിൽ മുഖ്യമന്ത്രി വിളിച്ച യോഗം എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത? പുനരധിവസിപ്പിക്കുമെന്ന കാര്യം സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിലൊരു തീരുമാനമുണ്ടാക്കാനാണോ യോഗം? മനീഷ് മൂർത്തി. റിജിത്ത്, നാളെ വൈകിട്ടാണ് യോഗം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഡി.കെ. ശിവകുമാർ, ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ യോഗത്തിൽ പങ്കെടുക്കും. മാത്രമല്ല, ഈ കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 400ഓളം കുടുംബങ്ങളെയാണ് അവിടെ നിന്നും ഒഴിപ്പിച്ച് വ്യാപകമായ പ്രതിഷേധം, റിജിത്ത് സൂചിപ്പിച്ചതുപോലെ വ്യാപകമായ പ്രതിഷേധം, ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളെല്ലാം തന്നെ ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് വളരെ നിർണായകമായ ഒരു യോഗം ചേരുന്നത്. പുനരധിവസിപ്പിക്കുമെന്ന് സിദ്ധരാമയ്യ ആവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല, അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളെല്ലാം താൽക്കാലികമായെങ്കിലും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ കോർപ്പറേഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബംഗളൂരു കോർപ്പറേഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും നേരത്തെ തന്നെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞിരുന്നു. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന രീതിയിൽ തന്നെയാണ് നാളെ ഇപ്പോൾ യോഗം ചേരുന്നത്. ഒരു സ്ഥിരമായ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാവും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുടിയേറ്റം തന്നെയാണ് അവിടെ അനധികൃതമായി കുടിയേറി പാർത്തവരെ മാത്രമാണ് ഒഴിപ്പിച്ചത് എന്ന് വീണ്ടും പറയുന്നുണ്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. അതല്ലാതെ മറ്റു തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം വെറും രാഷ്ട്രീയം മാത്രമാണ് എന്ന് സിദ്ധരാമയ്യ ആവർത്തിക്കുന്നു. എന്തായാലും നാളെ നടക്കുന്നത് വളരെ നിർണായകമായ യോഗമാണ്. നാളെ വൈകുന്നേരമാണ് യോഗം നടക്കുക. ആ യോഗത്തിൽ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കൃത്യമായ തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ശ്രീജിത്ത്. ശരി, മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇനി കാര്യവട്ടം 2020യുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇന്ത്യ ശ്രീലങ്ക 4ാം വനിതാ 2020യിൽ ഇന്ത്യക്ക് റെക്കോർഡ് സ്കോർ. ശ്രീലങ്കയ്ക്കെതിരെ നേടിയത് 2 വിക്കറ്റ് നഷ്ടത്തിൽ 221 റൺസാണ്. 79 റൺസുമായി ഷഫാലി വർമ്മയും മിന്നും പ്രകടനം കാഴ്ചവെച്ചു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ശ്രീജിത്ത്, കഴിഞ്ഞ 3 മത്സരങ്ങളിൽ ഇന്ത്യ ജയിച്ചപ്പോഴും ആരാധകർ കുറച്ച് നിരാശയിലായിരുന്നു. കാരണം ഇന്ത്യയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബാറ്റിംഗ് ലൈനപ്പിന് അവർക്ക് ഞങ്ങളുടെ കഴിവ് അല്ലെങ്കിൽ അത്ര വലിയ രീതിയിലുള്ള പ്രകടനം പുറത്തെടുക്കാൻ ഒരു അവസരം കിട്ടിയില്ല എന്നുള്ള വലിയ നിരാശയിലായിരുന്നു ആരാധകർ. പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരം ഒക്കെ തന്നെ ഇന്ത്യക്ക് ഇവിടെ എത്തിയപ്പോൾ പോലും ഇന്ത്യ 2ാമത് ചേസിങ്ങിനാണ് തീരുമാനിച്ചത്. ഇന്ത്യ അങ്ങനെ പരമ്പര പിടിച്ചതോടെ ഇന്ന് ഇന്ത്യക്ക് ടോസ് നഷ്ടപ്പെട്ടപ്പോൾ സത്യത്തിൽ ഇന്ത്യയുടെ ആരാധകർ ഒരു വലിയ സന്തോഷത്തിലായിരുന്നു. കാരണം ഇന്ത്യക്ക് ആദ്യം ബാറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള വലിയ സന്തോഷത്തിലായിരുന്നു. ഇന്ത്യ എന്തുകൊണ്ട് ബാറ്റ് ചെയ്യണം, ഫസ്റ്റ് ബാറ്റ് ചെയ്യണം എന്ന ഉത്തരമാണ് നമ്മുടെ സ്കോർ ബോർഡിലേക്ക് കണ്ണോടിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. കാരണം 2 വിക്കറ്റ് നഷ്ടത്തിൽ 221 റൺസ് എന്ന റെക്കോർഡ് സ്കോറാണ് നമ്മുടെ കാര്യവട്ടത്ത്, നമ്മുടെ കേരളത്തിൽ വെച്ച് ഇന്ത്യൻ വനിതാ ടീം നേടിയിരിക്കുന്നത്. നേരത്തെ 2024 വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയ 217 റൺസിന്റെ റെക്കോർഡാണ് ഇന്ത്യ മറികടന്ന് പുതുചരിത്രം കുറിച്ചത്. 2 വിക്കറ്റ് നഷ്ടത്തിൽ 221 റൺസ്. ഇതിന് ഇന്ത്യൻ ടീമിനെ സഹായിച്ചത് അവരുടെ ഓപ്പണർമാരായ സ്മൃതി മന്ദാനയുടെയും ഷഫാലി വർമ്മയുടെയും വെട്ടിക്കെട്ട് ബാറ്റിംഗാണ്. 1ാം വിക്കറ്റിൽ തന്നെ ഇരുവരും ചേർന്ന് 162 റൺസിന്റെ റെക്കോർഡ് പാർട്ട്ണർഷിപ്പാണ് കൂട്ടിച്ചേർത്തത്. ഇന്ത്യയുടെ ഏതൊരു വിക്കറ്റിലെയും 2020യിലെ ഏറ്റവും ഉയർന്ന പാർട്ട്ണർഷിപ്പാണ് ഇരുവരും ചേർന്ന്. നേരത്തെ വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയ 143 റൺസിന്റെ റെക്കോർഡാണ് ഇരുവരും നടക്കുന്ന കാഴ്ചയും കണ്ടത്. സ്മൃതി മന്ദാന കഴിഞ്ഞ 3 മത്സരങ്ങളിലും തിളങ്ങാൻ സാധിക്കാത്ത സ്മൃതി മന്ദാന ഈ മത്സരത്തിൽ ടോപ്പ് സ്കോർ ആവുന്ന കാഴ്ച കണ്ടു. 48 പന്തിൽ 11 4ഉം 3 6ഉം അടക്കം 80 റൺസാണ് സ്മൃതി നേടിയത്. അർഹിച്ച ഒരു സെഞ്ചുറി നഷ്ടമായി എന്നുള്ള നിരാശ മാത്രമായിരിക്കും ആരാധകർക്കുണ്ടാവുക. കഴിഞ്ഞ 2 മത്സരങ്ങളിലെ പോലെ ഈ മത്സരത്തിലും ഷഫാലി തിളങ്ങുന്ന കാഴ്ചയും കണ്ടു. ഷഫാലി തുടർച്ചയായ 3ാം അർദ്ധ സെഞ്ചുറി നേടിയ ഷഫാലി 46 പന്തിൽ 79 റൺസാണ് നേടിയത്. 12 4ഉം 1 6ഉം ഉൾപ്പെടുന്ന ഇന്നിംഗ്സ്. ഇരുവരെയും തുടരെ നഷ്ടമായെങ്കിലും പിന്നാലെ വന്ന റിച്ച ഘോഷിന്റെ ഒരു ഗംഭീര ബാറ്റിംഗ്, വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം കൂടി ആയതോടുകൂടി ഇന്ത്യ 200 കടക്കുകയും ഒപ്പം തന്നെ റെക്കോർഡ് സ്കോറിലേക്ക് കുതിക്കുകയുമായിരുന്നു. റിച്ച ഘോഷ് 16 പന്തിൽ 4 4ഉം 3 6ഉം ഉൾപ്പെടെ 40 റൺസ് നേടിയപ്പോൾ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ പുറത്താകാതെ 16 റൺസുമായി വലിയ പിന്തുണ നൽകി. എന്തായാലും ഇന്ത്യ
ഇന്ത്യ 221 റൺസ് എന്ന സ്കോർ നേടിയപ്പോൾ തന്നെ ഇന്ത്യയുടെ ജയം ഏതാണ്ട് ഉറപ്പായി എന്ന് പറയാം. കാരണം ഇതുവരെ 130 റൺസിലധികം പോലും നേടാൻ ലങ്കയ്ക്കായിട്ടില്ല. ഈ മത്സരത്തിൽ ലങ്ക വലിയൊരു പരാജയം ഏറ്റുവാങ്ങാൻ തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. റീജിത്ത്, ഉന്നാവോ ബലാത്സംഗ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ CBIക്ക് പരാതി നൽകിയ അതിജീവിത. ഉദ്യോഗസ്ഥർ അന്വേഷണം അട്ടിമറിച്ചെന്നും ഇവർക്കെതിരെ നടപടിയെടുക്കണം എന്നുമാണ് ആവശ്യം. നീതി ലഭിച്ചില്ലെന്നാരോപിച്ചാണ് അതിജീവിത ഡൽഹി ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ചത്. തന്നെ ആക്രമിച്ചവരെ സംരക്ഷിക്കുന്ന നടപടിയാണ് ഭരണകൂടത്തിന്റേത്. അന്വേഷണ ഉദ്യോഗസ്ഥർ സത്യസന്ധമായല്ല കേസ് അന്വേഷിച്ചത് എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു അതിജീവിതയുടെ തെരുവിലെ പ്രതിഷേധം. ഐക്യദാർഢ്യവുമായി പൗരസംഘടനകളും രംഗത്തെത്തി. BJP നേതാവിനെ സംരക്ഷിക്കാൻ നിയമത്തിന്മേൽ സർക്കാർ നടത്തുന്ന കടന്നുകയറ്റത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഉന്നാവോ കേസെന്ന് പ്രതിഷേധക്കാർ. ഇതിനേക്കാളും നമ്മൾ നമ്മുടെ ഡെമോക്രസി അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ജസ്റ്റിസ് ഇത്രയും അധികം താഴെ പോയി. നമുക്കിനി സർവൈവർ ഒരു സ്ട്രീറ്റ്സിൽ വരേണ്ട ഒരു അവസ്ഥ, അതൊരു ദയനീയ അവസ്ഥ തന്നെയാണ്. ദേഹാസ്വസ്ഥതയെ തുടർന്ന് ജന്തർ മന്ദറിലെ സമരം അവസാനിപ്പിച്ച അതിജീവിതയും മാതാവ് മടങ്ങി. കേസിൽ ഉദ്യോഗസ്ഥർ സത്യസന്ധമായല്ല അന്വേഷണം നടത്തിയതെന്നും മനഃപൂർവ്വമായ അന്വേഷണത്തിൽ കൃത്രിമം കാട്ടിയെന്നാരോപിച്ച് അതിജീവിത CBIക്ക് പരാതി നൽകി. കുറ്റപത്രത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യാജ സ്കൂൾ രേഖകൾ ഉപയോഗിച്ചതായും ജനനതീയതി തെറ്റായി കാണിച്ചതായും അതിജീവിത ആരോപിക്കുന്നു. കേസിൽ പ്രതിയായ മുൻ BJP MLA കുൽദീപ് സിംഗ് സെൻഗാറിനെ പുറത്തുവിട്ടാൽ അതിജീവിതയുടെ ജീവൻ അപകടത്തിലാകുമെന്ന് ചൂണ്ടിക്കാട്ടി ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരെ CBI സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. അപ്പീൽ നാളെ അടിയന്തരമായി കോടതി പരിഗണിക്കും. 24 ഡൽഹി. പാലക്കാട് ചിറ്റൂരിലെ 6 വയസ്സുകാരൻ സുഹാന്റേത് മുങ്ങിമരണം തന്നെയെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ മറ്റു മുറിവുകളില്ല. സ്കൂളിലെയും എരുമങ്കോട് വീട്ടിലെയും പൊതുദർശനത്തിന് ശേഷം മൃതദേഹം കബറടക്കി. വീടിന് 1 കിലോമീറ്റർ അകലെയുള്ള കുളത്തിൽ നിന്നാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പ്രാർത്ഥനകളും കാത്തിരിപ്പും വിഫലമാക്കി സുഹാൻ യാത്രയായി. 21 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ പ്രദേശത്തെ കുളത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. സുഹാന്റേത് മുങ്ങിമരണം തന്നെയാണെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അസ്വാഭാവികമായ മുറിവുകളോ ചതവുകളോ ഇല്ല. സ്കൂളിലെയും എരുമങ്കോട് വീട്ടിലെയും പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ഖബറടക്കി. സുഹാന്റെ അധ്യാപകരും സുഹൃത്തുക്കളും ഉൾപ്പെടെ നിരവധി പേരാണ് സ്കൂളിൽ അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. സുഹാന്റെ പിതാവിന്റെ നാടായ നല്ലേപ്പിള്ളിയിലായിരുന്നു ഖബറടക്കം. കുട്ടിയുടെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടോ എന്നും ദുരൂഹതകളുടെ സാധ്യതകൾ പരിശോധിക്കണമെന്നും നഗരസഭാ അധ്യക്ഷൻ വ്യക്തമാക്കിയിരുന്നെങ്കിലും മന്ത്രി K. കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ഇത് തള്ളി. ഇതേ കുളത്തിന് സമീപത്തിലൂടെ കുട്ടി മുൻപും വന്നിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. 24 പാലക്കാട്. നെല്ല് സംഭരണ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാവുകയാണ്. നെല്ല് സംഭരണം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വീണ്ടും യോഗം വിളിച്ചു. വിളവെടുപ്പ് സീസൺ അടുത്ത പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. സംഭരണ വില ഉടനടി വിതരണം ചെയ്യുമെന്ന് ഉറപ്പാക്കാൻ കേരള ബാങ്കിനെ ചുമതലപ്പെടുത്താൻ ധാരണയായിരുന്നെങ്കിലും കുടിശ്ശിക നൽകാൻ കഴിഞ്ഞിരുന്നില്ല. ജനുവരി 5-നാണ് നെല്ല് സംഭരണത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബറിലും സംഭരണത്തിലെ തടസ്സങ്ങൾ നീക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടിരുന്നു. നെല്ല് സംഭരിച്ചാൽ അതിന്റെ വില 1-2 ദിവസത്തിനകം കർഷകർക്ക് കൈമാറണമെന്നാണ് സർക്കാരിന്റെ തീരുമാനം. എന്നാൽ പാഡി റെസീറ്റ് സ്കീം പ്രകാരം തുക കൈമാറാൻ ബാങ്കുകളുമായി ധാരണയിലെത്താത്തതാണ് പ്രശ്നം. കഴിഞ്ഞ സീസണിൽ ചുമതലയുണ്ടായിരുന്ന ബാങ്കുകൾ പലിശയുടെ കാര്യത്തിൽ സർക്കാരുമായി കലഹിച്ചതിനെ തുടർന്ന് പണം വിതരണം ചെയ്യുന്നത് 2 മാസം വൈകിയിരുന്നു. തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഇത്തവണ അത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുന്നത്. പ്രതിസന്ധി ഒഴിവാക്കാൻ സംഭരണ വില നൽകുന്നതിന് കേരള ബാങ്കിനെ ചുമതലപ്പെടുത്താൻ ധാരണയായിരുന്നു. എന്നാൽ സപ്ലൈകോ കേരള ബാങ്കിന് നൽകാനുള്ള 700 കോടിയിൽ പരം രൂപ കൊടുത്തീർത്താൽ മാത്രമേ ചുമതല ഏറ്റെടുക്കാൻ കഴിയൂവെന്നാണ് കേരള ബാങ്കിന്റെ നിലപാട്. കേരള ബാങ്കിന്റെ കുടിശ്ശിക തീർക്കാൻ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യത്തിൽ നിന്ന് വായ്പ എടുക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ഇനിയും നടപ്പായിട്ടില്ല. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടായേക്കും. സംഭരിച്ച നെല്ല് അരിയാക്കി കൈമാറുമ്പോഴുള്ള അനുവാദം സംബന്ധിച്ച് മില്ലുടമകൾ ഉന്നയിക്കുന്ന പ്രശ്നത്തിനും യോഗത്തിൽ പരിഹാരമായേക്കും. ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. പ്രൈം ടൈമിൽ നോക്കാം ഇനി ന്യൂസ് എക്സ്പ്രസ്. 24 സൂപ്പർ എക്സ്ക്ലൂസീവ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഡി മണിയുടെ സഹായി ശ്രീകൃഷ്ണനെ കണ്ടെത്തി 24. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും തനിക്കറിയില്ലെന്ന് ശ്രീകൃഷ്ണൻ. ഡി മണിയെയോ ബാലമുരുകനെയോ അറിയില്ല. മുരുകൻ இல்லை, இங்கே உள்ள லோக்கல் ஆள் தவிர வேற வெளியில ஆட்களுக்கு எனக்கு பந்தம் இல்லை. ഉണ്ണികൃഷ്ണൻ പോറ്റി இல்லை தெரியாது.
SIT വീട്ടിൽ പരിശോധന നടത്തി. തനിക്കെതിരെ ഇറിഡിയം കടത്തുമായി ബന്ധപ്പെട്ട കേസ് നിലവിലുണ്ടെന്നും ശ്രീകൃഷ്ണൻ 24നോട്. அது சம்மந்தப்பட்டு வந்தாங்கன்னா எல்லாம் தெளிவாக சொல்லியாச்சு. அப்போ அவங்கள யார் என்னன்னு கேட்டாங்க. போட்டோ காமிச்சா அவங்க தெரியுமா தெரியாதுன்னு சொல்றேன் அப்படின்னு. சரி ரைட்டு போட்டு இந்த இது ശ്രീകൃഷ്ണൻ മറ്റന്നാൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. D മണിക്കും ബാലമുരുകനും മറ്റന്നാൾ ഹാജരാകാൻ SIT നിർദ്ദേശം. തൃശൂർ മറ്റത്തൂരിലെ കൂറുമാറ്റം കോൺഗ്രസിനെതിരെ രാഷ്ട്രീയായുധമാക്കി CPIM. ഒറ്റച്ചാട്ടത്തിന് BJPയിലെത്താൻ തക്കം പാർത്തിരിക്കുന്നവരുടെ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി. അമിത്ഷായും നരേന്ദ്രമോദി എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും ഒപ്പിട്ട് കൊടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. മോദി പറയുന്ന സ്ഥലത്തൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്ന മുഖ്യമന്ത്രി കോൺഗ്രസിനെ വിമർശിക്കാൻ വരേണ്ടെന്ന് VD സതീശൻ. DCCക്കെതിരെ ആഞ്ഞടിച്ച് നടപടി നേരിട്ടവരുടെ വാർത്താ സമ്മേളനം. വിപ്പ് നൽകിയെന്ന് DCC പ്രസിഡന്റ് പറയുന്നത് നുണപ്രചാരണമെന്ന് മെമ്പർമാർ. വിപ്പേ നൽകിയിട്ടില്ല. DCC ചിഹ്നം കൊടുത്ത 3 സ്ഥാനാർത്ഥികളുണ്ടല്ലോ, ആ 3 പേരും പരസ്യമായി BJPക്ക് വേണ്ടി വോട്ട് പിടിച്ചു നടക്കുകയായിരുന്നു. കളം മാറിയവരെ അയോഗ്യരാക്കാൻ നേതൃത്വം നടപടി തുടങ്ങി. കൂറുമാറ്റത്തിൽ നടപടി തുടർന്ന് മുന്നണികൾ. കുമരകത്ത് UDF സ്വതന്ത്രനെ അധ്യക്ഷനാക്കാൻ വോട്ട് ചെയ്തവരെ പുറത്താക്കി BJP. ഇരട്ടി ഭൂരിപക്ഷമുണ്ടായിട്ടും അധികാരത്തിന് പുറത്തായ നാവായിക്കുളം പഞ്ചായത്തിൽ വിമതരെ താഴെയിറക്കാൻ KPCC. വടകരയിൽ കൂറുമാറി വോട്ട് ചെയ്ത RJD അംഗം രജനി തയ്യലിന്റെ വീടിന് നേരെ ബോംബാക്രമണം. തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്ന LDF യോഗത്തിൽ കേരള കോൺഗ്രസ് പ്രതിനിധികൾ പങ്കെടുത്തില്ല. പെട്ടെന്നറിയിച്ച യോഗമായതിനാലാണ് പങ്കെടുക്കാൻ കഴിയാതെ പോയതെന്ന് നേതൃത്വം. LDFൽ അതൃപ്തിയില്ലെന്നും അവധി അറിയിച്ചിരുന്നുവെന്നും സ്റ്റീഫൻ ജോർജ് 24നോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്ന് കോൺഗ്രസ്. ആദ്യഘട്ട പട്ടിക ഫെബ്രുവരിയിൽ പുറത്തിറക്കാൻ നീക്കം. യുവാക്കൾക്കും വനിതകൾക്കും നേർപകുതി സീറ്റുകൾ നൽകുമെന്ന് VD സതീശൻ. സ്ത്രീകൾക്കും യുവാക്കൾക്കും കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാവും, മാറ്റം ഉണ്ടാവും. അത് കോൺഗ്രസ് നേതൃത്വത്തിൽ അങ്ങനെ തന്നെയാണ്. കേന്ദ്ര സർക്കാരിനെതിരെ സമര പരമ്പരയ്ക്ക് LDF. ജനുവരി 12-ന് തിരുവനന്തപുരത്ത് ആദ്യ പ്രതിഷേധ സമരം. മുഖ്യമന്ത്രിയും പങ്കെടുക്കും. തിരുവനന്തപുരം ശാസ്തമംഗലത്ത് ഓഫീസിനെ ചൊല്ലി MLAയും കൗൺസിലറും നേർക്കുനേർ. MLA ഓഫീസ് ഇരിക്കുന്ന സ്ഥലം തനിക്ക് വേണമെന്ന മുൻ DGP R ശ്രീലേഖയുടെ ആവശ്യം തള്ളി VK പ്രശാന്ത്. ഇന്നലെ വന്ന അവര് മുൻ മേയറായിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ MLA ആയിരിക്കുന്ന ഒരാളെ ഈ നിലയിൽ അവഹേളിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നത് ശരിയാണോ? മേയറാവാത്തതിന്റെ നിരാശ ഈ നിലയിലേക്ക് കാണിക്കേണ്ട കാര്യമുണ്ടോ? മുറി ഒഴിയണമെന്ന് ആവശ്യപ്പെടുകയല്ല, അഭ്യർത്ഥിക്കുകയാണ് ചെയ്തതെന്ന് R ശ്രീലേഖ പറഞ്ഞു. അപ്പൊ എനിക്ക് പരിമിതമായ സ്ഥലത്തിരുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്റെ റിക്വസ്റ്റ് ആണ്, ദയവ് ഇതൊന്ന് പരിഗണിക്കണം. പെട്ടെന്ന് വേണ്ട, പതുക്കെ മതി, പ്ലീസ് എന്റെ റിക്വസ്റ്റ് ആണ്, ഒന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് ഇങ്ങോട്ട് പറഞ്ഞത് അത് പറ്റില്ല, ഒഴിപ്പിക്കാമെങ്കിൽ ഒഴിപ്പിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ അതിനുശേഷം അങ്ങനെ പറയല്ലേ പ്രശാന്ത്, ഞാൻ ഒരു സഹോദരി ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് പറയുകയാണ്. ശ്രീലേഖയുടെ ആവശ്യം മേയർ അറിയാതെ പ്രശാന്തിനെ പിന്തുണച്ച് CPIM നേതൃത്വം. 3 ദിവസമേ ആയുണ്ട്. അതിന് മുമ്പ് തന്നെ ഗുജറാത്ത് മോഡലും UP മോഡലും നിർബന്ധപൂർവം തങ്ങൾക്ക് കിട്ടിയ അധികാരം അത് തെറ്റായ രൂപത്തിൽ പ്രയോഗിക്കുന്ന രീതി തുടരാൻ വേണ്ടി പോകുന്നത്. അങ്ങേയറ്റം മര്യാദയില്ലാത്ത BJP ജയിച്ചപ്പോഴേക്കും അവരുടെ അസഹിഷ്ണുത, ജനാധിപത്യ വിരുദ്ധത പ്രകടിപ്പിച്ചു തുടങ്ങി. 5 വർഷം തലസ്ഥാനം ഇത് സഹിക്കേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് അതിലുള്ളത്. ശ്രീലേഖയുടെ ആവശ്യം ന്യായമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. MLAയുടെ മുറിയിൽ കൂടെ കയറിയിട്ട് കൗൺസിലറുടെ മുറിയിലേക്ക് പോകണം, പ്രത്യേകിച്ചൊരു വനിതയാണ്. ആ സ്ത്രീക്ക് അവിടെ കയറിപ്പോകാനുള്ള സൗകര്യമുണ്ടോ? ഒരു മുറി എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു MLAയുടെ മുറിയിൽ കൂടെ കയറിയിട്ട് ഒരു സ്ത്രീ എന്നിട്ട് ഫയൽ വെക്കുന്നത് ബാത്റൂമിൽ. കർണാടകയിലെ ബുൾഡോസർ രാജിൽ മുസ്ലിം ലീഗിൽ ഭിന്നത. കാണുന്നത് പോലെയല്ല, എല്ലാ വിഭാഗം ജനങ്ങളും അതിനകത്തുണ്ട്, മൈനോറിറ്റി മാത്രമൊന്നുമല്ല. UP മോഡലല്ല കർണാടകയിലേതെന്ന PK കുഞ്ഞാലിക്കുട്ടിയുടെ വാദം തള്ളി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ബുൾഡോസർ രാജ് പാടില്ലായിരുന്നുവെന്നും ജനങ്ങളെ കേൾക്കണമായിരുന്നുവെന്നും ലീഗ് സംസ്ഥാന അധ്യക്ഷൻ. ആളുകൾക്ക് അവിടെ ഗവൺമെന്റ് കുടിയെടുപ്പിക്കേണ്ടി വന്നു.
വികസനത്തിന്റെ പേരിൽ നിർധനരുടെ കിടപ്പാടം ഇല്ലാതാക്കുന്ന നടപടിയെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സ്ഥലം സന്ദർശിച്ച് ഇടതു നേതാക്കൾ. കർണാടകയിലെ ആഭ്യന്തര കാര്യങ്ങളിൽ പിണറായി വിജയൻ ഇടപെടേണ്ടെന്ന് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. നാളെ നിർണായക യോഗം വിളിച്ച് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. കുടിയൊഴിപ്പിച്ചവരെ പുനരധിവസിപ്പിക്കുമെന്നാവർത്തിച്ച് കർണാടക മുഖ്യമന്ത്രി. ഉന്നാവോ ബലാത്സംഗ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ CBIക്ക് പരാതി നൽകി അതിജീവിത. അന്വേഷണം അട്ടിമറിച്ചെന്നും ജനന തീയതി അടക്കം തെറ്റായി രേഖപ്പെടുത്തിയെന്നും ആരോപണം. മുൻ BJP നേതാവ് കുൽദീപ് സിംഗ് സെൻഗറിന്റെ ശിക്ഷ മരവിപ്പിച്ചതിനെതിരെ CBI നൽകിയ അപ്പീലിൽ സുപ്രീം കോടതിയിൽ നാളെ വാദം. ജന്തർ മന്ദറിലെ സമരത്തിനിടെ അതിജീവിതയ്ക്കും അമ്മയ്ക്കും ദേഹാസ്വാസ്ഥ്യം. ഓടുന്ന ട്രെയിനിൽ കയറാൻ ശ്രമിക്കവേ അപകടത്തിൽപ്പെട്ട് കാലുകൾ അറ്റുപോയ സംഭവത്തിൽ 8 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ ഹൈക്കോടതി ഉത്തരവ്. മാധ്യമപ്രവർത്തകൻ സിദ്ധാർത്ഥ് K ഭട്ടതിരി നിയമപോരാട്ടം നടത്തിയത് സ്വയം വരുത്തിവെച്ച അപകടമെന്ന ട്രൈബ്യൂണൽ ഉത്തരവിനെതിരെ. അശ്രദ്ധമായി പെരുമാറിയത് കൊണ്ടാണ് ഇത്തരമൊരു വീഴ്ച ഉണ്ടായതെങ്കിലും അത് മനഃപൂർവ്വമായി വരുത്തിവെച്ച ഒരു അശ്രദ്ധയല്ല, ഒരു ആത്മഹത്യാപരമായുള്ള അശ്രദ്ധയല്ല എന്നുള്ള വ്യാഖ്യാനം നൽകി അത്തരമൊരു പരാമർശം നടത്തിയതുകൊണ്ട് അതൊരു ആശ്വാസകരമായ വിധിയായി ഞാൻ മനസ്സിലാക്കുന്നു. ഹൈക്കോടതി ഉത്തരവ് ആശ്വാസകരമെന്ന് സിദ്ധാർത്ഥ് K ഭട്ടതിരി 24നോട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് 4 വയസ്സുകാരന്റെ മരണത്തിൽ അമ്മയും ആൺസുഹൃത്തും കസ്റ്റഡിയിൽ. മരിച്ചത് 4 വയസ്സുകാരനായ പശ്ചിമബംഗാൾ സ്വദേശി ഗിൽദർ. കുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതെന്ന് നിഗമനം. അമ്മയെ ചോദ്യം ചെയ്ത് ആശുപത്രി അധികൃതർക്ക് തോന്നിയ സംശയത്തിന് പിന്നാലെ. മദ്യപിച്ച് അമിത വേഗത്തിൽ വാഹനമോടിച്ചതിന് യുവാക്കൾക്കെതിരെ കേസ്. പോലീസ് വാദം തള്ളി മുഖ്യമന്ത്രിക്ക് പരാതിയുമായി യുവാക്കൾ. പാലക്കാട് ചിറ്റൂരിലെ 6 വയസ്സുകാരൻ സുഹാന്റേത് മുങ്ങിമരണം തന്നെയെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ മറ്റു മുറിവുകൾ ഇല്ല. സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം മൃതദേഹം വീട്ടിലെത്തിച്ചു. ഖബറടക്കം പിന്നീട് നടന്നു. ഇന്നലെ കാണാതായ കുഞ്ഞിന്റെ മൃതദേഹം രാവിലെ കണ്ടെത്തിയത് വീടിന് 700 മീറ്റർ അകലെ അമ്പൽക്കുളത്തിൽ നിന്നാണ്. ദുരൂഹതയില്ലെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. സമഗ്ര അന്വേഷണം വേണമെന്ന് ചിറ്റൂർ നഗരസഭാ അധ്യക്ഷൻ സുമേഷ് അച്യുതൻ. നാവികസേനയുടെ അന്തർവാഹിനിയിൽ യാത്ര ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഡോക്ടർ APJ അബ്ദുൽ കലാമിന് ശേഷം അന്തർവാഹിനിയിൽ സഞ്ചരിക്കുന്ന രണ്ടാമത്തെ രാഷ്ട്രപതി. INS വാഗ്ഷീറിൽ ദ്രൗപദി മുർമുവിനെ അനുഗമിച്ച് നാവികസേനാ മേധാവി ദിനേശ് K ത്രിപാഠി. മലപ്പുറം നിലമ്പൂർ വനത്തിൽ സ്വർണ്ണ ഖനനം. 7 പ്രതികളെ പിടികൂടി വനവകുപ്പ്. സ്വർണം അരിച്ചെടുത്തത് മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ച് മണലൂറ്റി. പിടിയിലായത് മമ്പാട് പുള്ളിപ്പാടം സ്വദേശികൾ. പക്ഷിപ്പനിയെ തുടർന്ന് ആലപ്പുഴയിൽ ചിക്കൻ വിഭവങ്ങളുടെ വിപണനം തടഞ്ഞ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഹോട്ടലുകളിൽ കോഴി വിഭവങ്ങൾ വിതരണം ചെയ്യുന്നത് തടഞ്ഞു. But you people have taken the order, you people have paid the cash, so it's upon your risk, you can eat or not. But whatever happens, the safety is not responsible. ഭക്ഷണം കഴിക്കാനെത്തിയവരെ ഉദ്യോഗസ്ഥർ ഇറക്കിവിട്ടെന്ന് ഹോട്ടൽ ഉടമകൾ. ഈ മാസം 30 മുതൽ ഹോട്ടലുകൾ അടച്ചിടുമെന്നും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. KPCC ആസ്ഥാനത്തെ കോൺഗ്രസ് സ്ഥാപക ദിനാചരണത്തിനിടെ ദേശീയ ഗാനം തെറ്റിച്ചുപാടി. തെറ്റുതിരുത്താതെ ദേശീയ ഗാനം പാടി മുഴുവിപ്പിച്ച് നേതാക്കൾ. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ സോഫ്റ്റ്വെയർ തകരാറിൽ. കണക്കുകൾ സമർപ്പിക്കാൻ കഴിയാതെ സ്കൂൾ അധികൃതർ. പാചക തൊഴിലാളികളുടെ വേതനം മുടങ്ങുമെന്ന ആശങ്ക. തകരാർ ഉടൻ പരിഹരിക്കണമെന്ന് ആവശ്യം. കോഴിക്കോട് ഭർത്താവിന്റെ വെട്ടേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് ഫറോക്ക് സ്വദേശിനി മുനീറ. ആക്രമണം ലഹരി ഉപയോഗം വിലക്കിയതിനെ തുടർന്ന് ഭർത്താവ് ജബ്ബാർ റിമാൻഡിൽ.
ട്രെയിനിൽ ഓടിക്കയറുന്നതിനിടെ പാളത്തിലേക്ക് വീഴാൻ പോയ യാത്രക്കാരനെ രക്ഷപ്പെടുത്തി റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥ. യാത്രികനെ രക്ഷിച്ചത് റെയിൽവേ പോലീസ് കോൺസ്റ്റബിൾ ലിജിഷ. കണ്ടില്ല, ഇങ്ങോട്ട് പാളത്തിലേക്ക് വീഴുന്നതാ കാണുന്നത്. പിന്നെ പിടിക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. വണ്ടി മൂവ് ആയി കഴിഞ്ഞാൽ ദൈവത്തെ ഓർത്ത് ആരും കയറാതിരിക്കുക മാക്സിമം. അല്ലെങ്കിൽ നമ്മൾ വീണ് കഴിഞ്ഞ് ഒന്നെങ്കിൽ നമ്മുടെ ജീവൻ അല്ലെങ്കിൽ നമ്മുടെ കാലോ കൈയോ എന്തെങ്കിലും ആയിട്ട് നഷ്ടപ്പെടും. സംഭവം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ CCTV ദൃശ്യങ്ങൾ പുറത്ത്. തിരുവനന്തപുരത്ത് KSRTC ജീവനക്കാരുടെ ക്രൂരത. ഗൂഗിൾ പേ വഴി പണം നൽകുന്നത് പരാജയപ്പെട്ടതിനെ തുടർന്ന് യുവതിയെ നടുറോട്ടിൽ ഇറക്കിവിട്ടുവെന്ന് പരാതി. ഞാൻ ടിക്കറ്റ് ഗൂഗിൾ പേ ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പോൾ സർവർ ബിസി കാരണം ടിക്കറ്റ് ഫെയിൽഡായി പോയി. അയാൾ പറഞ്ഞ് അത് വെള്ളയുടെ വരെ കറങ്ങി ഇങ്ങനെ നിൽക്കും. അങ്ങനെ മറ്റുള്ളവർ മുമ്പേ എന്നെ ഒരുമാതിരി പറഞ്ഞു. അങ്ങനെ എന്നെ തോലടിയിൽ അയാൾ രാത്രി 9:10 ഇറക്കി വിട്ടു. KSRTC അധികൃതർക്ക് പരാതി നൽകി വെള്ളറട സ്വദേശിനി. പാലക്കാട് വിത്തിനിശ്ശേരിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടാൻ ശ്രമം. പുലിയെ പിടികൂടാൻ കൂടും ക്യാമറകളും സ്ഥാപിച്ചു. കൂട് സ്ഥാപിച്ചത് പള്ളിച്ചുവടിലെ സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ. ഇനി മറ്റു വാർത്തകൾ പരിശോധിക്കാം. എറണാകുളം ചെല്ലാനത്ത് വാഹന പരിശോധനയ്ക്കിടെ ബൈക്ക് മറിഞ്ഞ് പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിച്ചതിനെ ചൊല്ലിയുള്ള ആരോപണം തള്ളി പോലീസ്. യുവാക്കളുടെ വാദങ്ങൾ തെറ്റെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. യുവാക്കൾ മദ്യപിച്ചിരുന്നുവെന്ന് തെളിയിക്കുന്ന പരിശോധനാ ഫലവും പുറത്തുവന്നു. എന്നാൽ പോലീസ് വാദം യുവാക്കൾ തള്ളുകയാണ്. ചെല്ലാനം ഹാർബറിൽ കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയ്ക്കിടെയുണ്ടായ അപകടത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് യുവാക്കൾ ഉന്നയിച്ചത്. പരുക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചില്ലെന്നും പോലീസ് കൈയിൽ പിടിച്ചുവലിച്ച് താഴെയിടുകയായിരുന്നു എന്നുമായിരുന്നു യുവാക്കളുടെ വാദം. എന്നാൽ ഈ വാദങ്ങളൊക്കെ തെറ്റാണെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. ബൈക്കിന് പിറകിൽ കെട്ടിവെച്ച് ആശുപത്രിയിൽ എത്തിച്ചുവെന്ന വാദവും കള്ളം. അപകടത്തിൽപ്പെട്ട യുവാവും സുഹൃത്തും ബൈക്കിൽ ആശുപത്രിയിലെത്തിയതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. വിശദമായ അന്വേഷണം നടന്നുവരികയാണെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മളെല്ലാം പരിശോധിക്കും. അവരുടെ എലിഗേഷൻസ് എന്താണ് അത് നോക്കിയിട്ട് പ്രോപ്പറായി എൻക്വയറി നടത്തും. ആരോപണങ്ങൾ യുവാക്കൾ നിഷേധിച്ചു. ഇല്ല, അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഡോക്ടർമാരെ ഞങ്ങൾ ചോദിക്കണ്ടേ, നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് ചോദിക്കേണ്ടതാണ്. ഞങ്ങൾ അങ്ങനെ മദ്യപിച്ചിട്ടില്ല. അങ്ങനെ സ്മെല്ലെങ്കിലും അടിക്കേണ്ടതാണ്. മദ്യപിച്ച് അമിത വേഗത്തിൽ വാഹനമോടിച്ചതിന് യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. സംഭവത്തിൽ യുവാക്കൾ ആലപ്പുഴ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിലും അന്വേഷണം നടക്കുകയാണ്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയുമാണ്. 24 കൊച്ചി. KSRTC യാത്രക്കിടെ ഉണ്ടായ ദുരനുഭവം പങ്കുവെച്ച് യുവതി. തിരുവനന്തപുരം വെള്ളറടയിൽ ഗൂഗിൾ പേ വഴി പണം നൽകുന്നത് പരാജയപ്പെട്ടതിനാൽ യുവതിയെ കണ്ടക്ടർ രാത്രി നടുറോഡിൽ ഇറക്കിവിട്ടു എന്നാണ് ആരോപണം. വെള്ളറട സ്വദേശി ദിവ്യ KSRTC അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. റിപ്പോർട്ട് കാണാം. തിരുവനന്തപുരം കുന്നത്തുകാലിൽ സ്വകാര്യ ആശുപത്രിയിലെ ലാബ് ടെക്നീഷ്യനാണ് പരാതിക്കാരിയായ ദിവ്യ. ഈ മാസം 26-ന് സുഖമില്ലാത്തതിനാൽ ഡ്യൂട്ടി കഴിഞ്ഞ നേരത്തെ ഇറങ്ങി. രാത്രി 8:45-ന് വെള്ളറട ബസ്സിൽ കയറി. പേഴ്സ് എടുക്കാൻ വിട്ടുപോയതിനാൽ ഗൂഗിൾ പേ വഴി പണം നൽകാൻ ശ്രമിച്ചു. സെർവർ ബിസിയായതിനാൽ ആ ശ്രമം പരാജയപ്പെട്ടു. തുടർന്ന് കണ്ടക്ടർ രാത്രി നടുറോഡിൽ ഇറക്കിവിട്ടെന്നാണ് പരാതി. സർവർ ബിസി കാരണം ടിക്കറ്റ് ഫെയിൽഡായി പോയി. അയാൾ പറഞ്ഞ് അത് വെള്ളയുടെ വരെ കറങ്ങി ഇങ്ങനെ നിൽക്കും. അങ്ങനെ മറ്റുള്ളവർ മുമ്പേ എന്നെ ഒരുമാതിരി പറഞ്ഞു. അങ്ങനെ എന്നെ തോലടിയിൽ അയാൾ രാത്രി 9:10 ഇറക്കി വിട്ടു. പിന്നെ ഒരു ഭയത്തോടെയാണ് ഞാൻ അവിടെ കൂടെ ഇറങ്ങി. തന്നെ കാത്തുനിൽക്കുന്ന ഭർത്താവ് ബസ് വെള്ളറടയിലെത്തിയാൽ ഉടൻ പണം നൽകുമെന്ന് പറഞ്ഞെങ്കിലും കണ്ടക്ടർ കേട്ടില്ല. വളരെ മോശമായാണ് കണ്ടക്ടർ തന്നോട് പെരുമാറിയതെന്നും യുവതി 24-നോട് പറഞ്ഞു. നിലവിൽ വെള്ളറട ഡിപ്പോയിലെ അധികൃതർക്ക് ദിവ്യ പരാതി നൽകി. എന്നാൽ 2 ദിവസമായിട്ടും ഒരു തരത്തിലുള്ള അന്വേഷണവും ഡിപ്പോ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്നാണ് ദിവ്യയുടെ ആക്ഷേപം. 24 തിരുവനന്തപുരം. ഇത് ഗുരുതര സ്വഭാവത്തിലുള്ള പരാതിയാണ്. വെറും 18 രൂപയുടെ കാര്യമായിരുന്നു. മാനുഷികമായ സമീപനം ആ കണ്ടക്ടർ കാണിക്കേണ്ടതായിരുന്നു. എന്തായാലും പരാതി ബന്ധപ്പെട്ടവർക്ക് കൈമാറിയിട്ടുണ്ട്. തുടർ നടപടികൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിന് പിന്നാലെ ആലപ്പുഴയിൽ വളർത്തു പക്ഷികളുടെ മുട്ട, ഇറച്ചി തുടങ്ങിയവയുടെ വിപണനം നിരോധിച്ച് ജില്ലാ ഭരണകൂടം. ആലപ്പുഴ നഗരത്തിൽ ചിക്കൻ വിഭവങ്ങൾ വിൽക്കുന്ന ഹോട്ടലുകൾ മുന്നറിയിപ്പില്ലാതെ അടപ്പിച്ച FSSI നടപടിയിൽ കടുത്ത പ്രതിഷേധവുമായി ഹോട്ടൽ ഉടമകൾ ഇന്ന് രംഗത്തെത്തി. 30 മുതൽ ജില്ലയിലെ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്നാണ് തീരുമാനം. കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നടപടി.
വളർത്തുപക്ഷികളുടെ ഇറച്ചിയും മുട്ടയും വിൽക്കുന്നതിനും കടത്തുന്നതിനും നിരോധനം ഏർപ്പെടുത്തി. രോഗത്തിന്റെ പ്രഭവ കേന്ദ്രത്തിന് 10 കിലോമീറ്റർ ചുറ്റളവിലാണ് നിരോധനം. എന്നാൽ മുന്നറിയിപ്പില്ലാതെ ആലപ്പുഴ നഗരത്തിലെ ഹോട്ടലുകളിലെത്തിയ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഉദ്യോഗസ്ഥർ ഭക്ഷണം കഴിക്കാനെത്തിയവരെ ഇറക്കിവിട്ടു. ഒരു ഉദ്യോഗസ്ഥ റെസ്റ്റോറൻറ്റുകളിലേക്ക് വരികയും അവർ പെട്ടെന്ന് തന്നെ ഇത് സെർവിങ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓർഡർ തന്നു. 90% ഗസ്റ്റുകളും കഴിച്ചുകൊണ്ടിരുന്നവർ പോലും ഭക്ഷണം അവിടെ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിപ്പോയിരുന്നു. ആലപ്പുഴ ജില്ലയിൽ നിലവിൽ താറാവുകളിൽ മാത്രമാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ജില്ലാ ഭരണകൂടത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലയിൽ ഹോട്ടലുകൾ ഈ മാസം 30 മുതൽ അടച്ചിടും. നാളെ കളക്ടറെ നേരിൽ കണ്ട് പ്രതിഷേധം അറിയിക്കും. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിലും ഇറച്ചി വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. 24 ആലപ്പുഴ. പാലക്കാട് വിത്തിനിശ്ശേരിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടാൻ കൂടും ക്യാമറയും സ്ഥാപിച്ചു. പള്ളിച്ചുവടിൽ സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലാണ് കൂട് വെച്ചിരിക്കുന്നത്. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന് ചേരുന്നുണ്ട്. ഷംന, സ്വാഭാവികമായും നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. എന്താണ് വനംവകുപ്പ് ഇതിൽ സ്വീകരിക്കുന്ന തുടർ നടപടി? വിവരങ്ങൾ എന്താണ് ഐഷത്തുൽ ഷംന? പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് നിരവധി ആശങ്കയുടെ ദിവസങ്ങളാണ് ഇപ്പോൾ ഈ കടന്നു പോകുന്നത്. കാരണം നിരവധി വിവിധ പ്രദേശങ്ങളിൽ വന്യജീവി ആക്രമണവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാന്നിധ്യവും രൂക്ഷമായി വരികയാണ്. കാട്ടാന, കടുവ, പുലി തുടങ്ങിയ എല്ലാ വന്യജീവികളുടെ സാന്നിധ്യവും ഇപ്പോൾ പാലക്കാട് ജില്ലയുടെ വിവിധ മേഖലകളിലുണ്ട്. ഇതിൽ തന്നെ മണ്ണാർക്കാട് കഴിഞ്ഞ ദിവസം ഒരു പുലി കൂട്ടിൽ അകപ്പെട്ടിരുന്നു. മറ്റൊരു പുലി കൂടി ഇനി മേഖലയിൽ തന്നെ ഉണ്ട്. അതിനെ പിടികൂടാനുള്ള നടപടികൾ തുടരുകയാണ്. ഈ ഒരു ദിവസങ്ങളിൽ തന്നെയാണ് പാലക്കാട് വിത്തിനശ്ശേരിയിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടായത്. അത് കൃത്യമായി തന്നെ ഒരു വീട്ടിൽ CCTV ദൃശ്യങ്ങളിൽ ഈ പുലിയുടെ ചിത്രങ്ങൾ പതിയുകയും ചെയ്തു. ഈ വീട്ടിലെ വളർത്തുനായയെ ആക്രമിക്കാൻ വേണ്ടി പുലി വരുന്നതിനിടെ വളർത്തുനായ അതിനെ ശക്തമായി തന്നെ പ്രതിരോധിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് അന്ന് പുറത്തു വന്നിരുന്നത്. അത് സോഷ്യൽ മീഡിയകളിൽ അടക്കം വളരെ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് വനംവകുപ്പ് അടക്കം പ്രദേശത്ത് വ്യാപകമായി തെരച്ചിൽ നടത്തുകയും പരിശോധനയൊക്കെ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ പുലിയെ കടുവയെ പിടികൂടാൻ സാധിച്ചില്ല. അങ്ങനെ ഈ ഒരു സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും കൂട് സ്ഥാപിക്കണം എന്നുള്ള ഒരു ആവശ്യവും ഉയരുന്നത്. കാരണം മേഖലയിൽ വിവിധയിടങ്ങളിൽ ഇത്തരത്തിലുള്ള പുലിയുടെയും കടുവയുടെയും ഒക്കെ സാന്നിധ്യമുണ്ട്. ഇത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തന്നെ ജനവാസ മേഖലയിലാണ്, വീട്ടുമുറ്റത്താണ് ഇങ്ങനെ എത്തുന്നത്. ഇതൊക്കെ വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വീട്ടുമുറ്റത്താണ് പുലിയെ കണ്ടത്. വലിയ ആശങ്കയിലാണ് നാട്ടുകാർ. അതിന് പിന്നാലെ ഇപ്പോൾ വനംവകുപ്പ് പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് തിരിച്ചടിയായി എന്ന് CPIM സംസ്ഥാന സമിതിയിൽ വിമർശനം. CPIM BJP ധാരണ എന്ന UDFന്റെ പ്രചാരണത്തിന് ഒരു പരിധിവരെ വിശ്വാസ്യത കിട്ടി എന്നാണ് വിമർശനമുയർന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് തെറ്റിദ്ധാരണയുണ്ടാക്കിയെന്നും വിമർശനമുയർന്നു. അയ്യപ്പ സംഗമത്തിനെതിരെയും യോഗത്തിൽ വിമർശനമുണ്ടായിട്ടുണ്ട്. LDF സർക്കാർ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് വേറെ നിലയിൽ വ്യാഖ്യാനിക്കപ്പെട്ടുവെന്ന് സംസ്ഥാന സമിതി അംഗങ്ങൾ വിമർശനമുന്നയിച്ചു. R ശ്രീജിത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, വിവിധ വിഷയങ്ങളിൽ ശബരിമലയിൽ അതുപോലെ PM ശ്രീയിലൊക്കെ വിമർശനമുണ്ടാകുന്നു. വിശദാംശങ്ങൾ എന്താണ് R ശ്രീജിത്ത്? ശ്രീജിത്ത്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ഫലം അവലോകനം ചെയ്യാൻ ചേർന്ന CPIM സംസ്ഥാന സമിതിയിലാണ് PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നത്. PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നാണ് സംസ്ഥാന സമിതി അംഗങ്ങൾ വിമർശിച്ചത്. രൂക്ഷമായ വിമർശനമാണ് ഈ വിഷയത്തിൽ പാർട്ടി നേതൃത്വത്തിനെതിരെയും സർക്കാരിനെതിരെയും ഉണ്ടായത്. ഒരു ആലോചനയും കൂടാതെ ഇത്തരത്തിലൊരു ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കി. CPM BJP ധാരണ എന്ന പ്രചരണമാണ് ഈ തെരഞ്ഞെടുപ്പിലുടനീളം UDF അഴിച്ചുവിട്ടത്. അത്തരമൊരു പ്രചാരണത്തിന് ഒരളവ് വരെ വിശ്വാസം നേടിക്കൊടുക്കാൻ PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ സർക്കാർ ഒപ്പുവെച്ചത് ഇടയാക്കിയെന്നാണ് വിമർശനം. ഇതോടൊപ്പം തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ A പത്മകുമാറിനെതിരായ നടപടിയെടുക്കാത്തതും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് വിമർശനമുണ്ടായി. തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം വലിയ തോതിൽ UDF പ്രചരിപ്പിച്ചു. അത് സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. എന്നാൽ കുറ്റക്കാരനായിട്ടും എന്തുകൊണ്ട് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യമാണ് പലയിടത്തും, നടപടിയെടുത്തില്ല എന്ന ചോദ്യമമാണ് പല പ്രചരണ സ്ഥലത്തു നിന്നും ആളുകൾ നേരിട്ടത്. അത് വലിയ തോതിൽ തിരിച്ചടിക്കപ്പെട്ടു. ആഗോള അയ്യപ്പ സംഘം സംഘടിപ്പിച്ചതിനെതിരെയും CPIM സംസ്ഥാന സഭയിൽ രൂക്ഷമായ വിമർശനം ഉയർന്നു. 3-4 ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ വിമർശനം ഉന്നയിച്ചു. ഇടത് സർക്കാർ ആഗോള അയ്യപ്പ സംഘം സംഘടിപ്പിച്ചത് തെറ്റായ വ്യാഖ്യാനങ്ങൾക്കിട നൽകി എന്ന വിമർശനം
വിമർശനമാണ് CPIMന്റെ സംസ്ഥാന സമിതിയിൽ ഉയർന്നത്. ഇത് പിന്നീട് പുറത്തു വന്ന സ്വർണ്ണക്കൊള്ള കൂടി വന്നപ്പോൾ ഇത്തരം ഈ വ്യാഖ്യാനങ്ങൾക്ക് അതിന്റെ ശക്തി വർദ്ധിക്കുന്ന സ്ഥിതിയും ഉണ്ടായി. അത്തരത്തിൽ വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടായി എന്നുള്ള വിമർശനമാണ് പൊതുവിൽ ഉയർന്നു വന്നിരിക്കുന്നത്. എന്തായാലും ഈ CPIM സംസ്ഥാന സമിതിയിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ച തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരമില്ല, ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിച്ചില്ല, തുടങ്ങി ന്യൂനപക്ഷ ഏകീകരണം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായില്ല തുടങ്ങിയ നിരീക്ഷണങ്ങളുണ്ട്. അത് ഇന്നലെ തന്നെ നമ്മൾ പുറത്തുവിട്ടതാണ്. അതായത് ഭരണവിരുദ്ധ വികാരമില്ല എന്ന നിലപാടിൽ ഇപ്പോഴും ഈ CPIM ഉറച്ചു നിൽക്കുന്നു, സംസ്ഥാന നേതൃത്വം ഉറച്ചു നിൽക്കുന്നു. ആ നിലപാടിൽ അവർ മാറ്റം വരുത്താൻ തയ്യാറല്ല എന്നുകൂടി വ്യക്തമാക്കുന്നതാണ് ഇന്ന് അവതരിപ്പിച്ച റിപ്പോർട്ട്. ശ്രീതി, സംസ്ഥാന തലത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല, പ്രാദേശിക തലത്തിലുള്ള വീഴ്ചകളും ഭരണപരമായ വീഴ്ചകളുമൊക്കെയാണ് തോൽവിക്ക് കാരണം എന്നുള്ള നേരത്തെയുള്ള റിപ്പോർട്ടുകൾ വിലയിരുത്തൽ, അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ നേരത്തെ ശ്രീത്ത് തന്നെ പങ്കുവച്ചിരുന്നു. പക്ഷേ സംസ്ഥാന സമിതിയിലേക്ക് വരുമ്പോൾ അംഗങ്ങൾക്കിടയിൽ നിന്ന് അങ്ങനെയല്ല. അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ പത്മകുമാറിനോടുള്ള സമീപനത്തിലാണെങ്കിലും PMC വിവാദവുമായി ബന്ധപ്പെട്ട് അതിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ മറ്റത്തൂരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ പോലും PMC അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. പ്രതിപക്ഷത്തിന്റെ ആ വിമർശനങ്ങൾക്ക് ആക്കം കൂടിയത് ഈ വിവാദ നടപടികളിലൂടെയാണ്. അത് തെറ്റായിപ്പോയി എന്ന അതിരൂക്ഷ വിമർശനമല്ലേ വരുന്നത് ശ്രീത്? റിജിത്ത്, തീർച്ചയായും അത്തരത്തിലുള്ള വിമർശനം അത് ശരിവെക്കപ്പെടുന്ന വിമർശനം തന്നെയാണ് ഉണ്ടായത്. മറ്റൊരു കാര്യം സംസ്ഥാന സമിതിയിൽ രൂക്ഷമായ വിമർശനത്തിന് ഇടയാക്കിയത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനത്തിനിടയിലുണ്ടായ ആലസ്യമാണ്. സർക്കാർ ക്ഷേമാനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്തതോടെ ജയിക്കുമെന്ന ഒരു വിചാരമായിരുന്നു, അമിത ആത്മവിശ്വാസമായിരുന്നു എല്ലാ പ്രവർത്തകർക്കും ഉണ്ടായിരുന്നത്. മാത്രമല്ല ഇതൊരു ആലസ്യത്തിനും ഇടയാക്കി. ഈ ആലസ്യമാണ് യഥാർത്ഥത്തിൽ എതിരാളികളുടെ മുന്നോട്ട് പോക്കിനെ തിരിച്ചറിയാനും മറ്റുമുള്ള കാര്യത്തിലെ വീഴ്ച വരാൻ പ്രധാനപ്പെട്ട കാരണമെന്ന് ചൂണ്ടിക്കാണിച്ചു. ഈ ജയിക്കുമെന്ന് ആത്മവിശ്വാസം വന്നതോടുകൂടി സ്ഥാനാർത്ഥി നിർണയത്തെ അതും ബാധിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ തോതിലുള്ള തള്ളിക്കയറ്റമാണ് ഉണ്ടായത്. ഇത് പലയിടത്തും തർക്കങ്ങൾക്കും ഇടവെച്ചു. ഈ തർക്കങ്ങൾ വോട്ടെടുപ്പിനെയും ബാധിച്ചു. പലയിടത്തും അത്തരത്തിലുള്ള ചില ഇടപെടലുകൾ കൂടി നടന്നുവെന്ന സംശയം കൂടി ജനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് CPIM സംസ്ഥാന സമിതിയിൽ ഉണ്ടായത്. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ പ്രചരണത്തിനെതിരെയും രൂക്ഷമായ വിമർശനം ഉയർന്നു. പോറ്റിയെ കേറ്റിയെ നടക്കുമുള്ള പാരഡി ഗാനങ്ങളുടെ ആഘാതം തിരിച്ചറിയുന്നതിൽ മാത്രമല്ല ഫലപ്രദമായിട്ടുള്ള പ്രചരണം, അതായത് UDFന്റെ സംവിധാനങ്ങൾ സോഷ്യൽ മീഡിയ സംവിധാനത്തിന് ഏകീകൃത രൂപമില്ലെങ്കിലും വലിയ തോതിലുള്ള ബൃഹത്തായ സംവിധാനം അവർക്കുണ്ട്. ആ തരത്തിൽ UDFന്റെ സോഷ്യൽ മീഡിയ പ്രചരണത്തെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നതിൽ പാർട്ടിയുടെ LDFന്റെ സോഷ്യൽ മീഡിയ സംവിധാനത്തിന് വീഴ്ച പറ്റി എന്ന വിമർശനമാണ് ഉണ്ടായത്. സർക്കാരിനെതിരെ പൊതുവിൽ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് സംസ്ഥാന സമിതി അംഗങ്ങൾ എടുത്തത്. അതായത് സർക്കാരിനെതിരെ ഒരു വികാരമില്ല എന്നാണ് എല്ലാവരും ആവർത്തിച്ച് പറഞ്ഞത്. എന്നാൽ പ്രാദേശിക ഭരണകൂടങ്ങളോടുള്ള എതിർപ്പ്, ഒപ്പം തന്നെ ഈ പ്രവർത്തകരുടെ ആലസ്യം, അമിത ആത്മവിശ്വാസം, സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകൾ, സ്ഥാനാർത്ഥി നിർണയത്തിലെ തള്ളിക്കയറ്റം തുടങ്ങിയ കാര്യങ്ങൾ ബാധിച്ചു എന്നാണ് പൊതുവിൽ ഉയർന്ന വിമർശനം. റിജിത്ത്, ശ്രീത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് തെറ്റിദ്ധാരണയുണ്ടാക്കി. അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതിനെതിരെയും സംസ്ഥാന സമിതിയിൽ വിമർശനം ഉയരുന്നുണ്ട്. LDF സർക്കാർ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് വേറെ നിലയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു എന്ന് അംഗങ്ങൾ കുറ്റപ്പെടുത്തുന്നു. PMC പദ്ധതിയിൽ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ടും രൂക്ഷ വിമർശനം സംസ്ഥാന സമിതിയിൽ ഉയരുകയാണ്. നാവികസേനയുടെ അന്തർവാഹിനി INS വാഗ്ഷീറിൽ യാത്ര ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. കാർവാർ നാവികതാവളത്തിൽ നിന്നായിരുന്നു യാത്ര. APJ അബ്ദുൽ കലാമിന് ശേഷം കാൽവരി അന്തർവാഹിനിയിൽ സഞ്ചരിക്കുന്ന രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ പ്രൈം ടൈം പൂർത്തിയാവുകയാണ്. നമസ്കാരം. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച കാൽവരി മുങ്ങിക്കപ്പലായ INS വാഗ്ഷീറിലായിരുന്നു യാത്ര. വടക്കൻ കർണാടകയിൽ കാർവാറിലെ INS കദംബ നാവികത്താവളത്തിൽ നിന്നാണ് രാഷ്ട്രപതി യാത്ര ആരംഭിച്ചത്. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് K ത്രിപാഠി രാഷ്ട്രപതിയെ അനുഗമിച്ചു. ഗോവ, ജാർഖണ്ഡ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ 4 ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായായിരുന്നു യാത്ര. ഗോവയിലേക്ക് പോയ രാഷ്ട്രപതി നാളെ ജംഷഡ്പൂരിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ജംഷഡ്പൂർ NITയുടെ 15ാമത് ബിരുദ ചടങ്ങിലും ഭാഗമാകും. വ്യോമസേനയുടെ ആധുനിക യുദ്ധവിമാനങ്ങളായ റഫാൽ, സുഖോയ് 30 എന്നിവയിലും രാഷ്ട്രപതി യാത്ര ചെയ്തിട്ടുണ്ട്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.